السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فإن خير الزاد التقوى، واتقون يا أولي الألباب. وقال حبيبنا وسيدنا وشفيعنا رسول الله صلى الله عليه وسلم: الحج المبرور ليس له جزاء إلا الجنة، أو كما قال رسول الله صلى الله عليه وسلم: الحجاج والعمار وفد الله، وقال أو كما قال رسول الله صلى الله عليه وسلم. സ്നേഹാദരം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഹജ്ജും ഉംറയും സിയാറത്ത് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, അള്ളാഹു നമ്മുടെ നിയ്യത്തുകളെ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമ്മുടെ അമലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു ഹജ്ജ് കൊണ്ട്, ഒരു ഉംറ കൊണ്ട്, ഒരു സിയാറ കൊണ്ട് എന്തെല്ലാം പ്രതിഫലങ്ങളും പ്രയോജനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ നാവ് കൊണ്ട് അറിയിച്ചു തന്നിട്ടുണ്ടോ, അത് മുഴുവനും കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കളെ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിൽ മരിച്ചുപോയ ആളുകളുടെ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധമായ സ്വർഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. സാലിഹീങ്ങളായ മക്കളെ നൽകി അള്ളാഹു കൺകുളിർപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ദീനിൻ്റെ പരമ്പര നമ്മുടെ മക്കളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള നന്മകളും അള്ളാഹു നമ്മുടെ നാടുകളിലേക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ദീനനുസരിച്ച്, ഇസ്ലാമനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നമ്മുടെ നാടുകളിൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെയും മുസ്ലിമിനെയും സ്നേഹിക്കുന്ന ഭരണാധികാരികളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ യാത്ര അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തെ മുഴുവൻ വറപ്പിച്ച ആ മഹാമാരിയിൽ നിന്നും ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മുഴുവൻ അദാബുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മോട് ചെയ്ത വലിയൊരു കരുണയാണ്. അതിൻ്റെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി അൽഹംദുലില്ലാഹ് ആഗ്രഹം തന്നു എന്നുള്ളത്. അല്ല, ഒരു മനുഷ്യനെ ആഗ്രഹിക്കുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. ഒരു മനുഷ്യൻ്റെ നിയ്യത്തിനനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് പ്രതിഫലം നൽകുന്നത്. നമ്മൾ നിയ്യത്ത് വെച്ചു ഹജ്ജിന് വേണ്ടി, അള്ളാഹു ഒരു പ്രതിഫലം നമ്മുടെ കിതാബുകളിൽ എഴുതി വെച്ച് കഴിഞ്ഞു. ഇന്നമൽ അഅ്മാലു ബിന്നിയാതി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് കൊണ്ടാണ് മിക്കവാറും ഹദീസ് ഗ്രന്ഥങ്ങൾ ആരംഭിക്കുന്നത്. ഏതൊരു നിയ്യത്താണോ ഒരു മനുഷ്യനുള്ളത്, ആ നിയ്യത്തനുസരിച്ചായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് എല്ലാവരും അൽഹംദുലില്ലാഹ് നിഷ്കളങ്കമായ നിയ്യത്ത് വെക്കുക. അള്ളാഹുവേ, നീ വാഗ്ദാനം ചെയ്ത നിൻ്റെ കൽപ്പന അനുസരിച്ച് ഞാൻ നിർവഹിക്കുന്ന ഈ അമല് നീ സ്വീകരിക്കുകയും നീ അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ നിർവഹിക്കുന്നുള്ളൊരു നിയ്യത്തോടു കൂടി ഇത് ആരംഭിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഹജ്ജിന് ഇനിയും ഒരുപാട് സമയങ്ങളുണ്ട്. അതുകൊണ്ട് ഹജ്ജിൻ്റെ അമലുകൾ പറയുക എന്നുള്ളതല്ല. ഒരു ഹജ്ജിന് ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്,
എങ്ങനെയാണ് ഹജ്ജിനെ ഒരു മനുഷ്യൻ സ്വാഗതം ചെയ്യേണ്ടത്, ഹജ്ജാകുമ്പോഴേക്കും ഞാൻ എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകണം, അതേപോലെ തന്നെ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്ന മക്കയും മദീനയും കായബയും റൗളയും ഏത് രൂപത്തിലാണ് അൽഹംദുലില്ലാഹ് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ക്ലാസ്സാണ് ഈ ക്ലാസ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും എനിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോജനം നൽകുമാറാകട്ടെ. അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹജ്ജ് എന്ന് പറയുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും അല്ലെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഹജ്ജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിങ്ങനെ മക്കയിലേക്ക് പോവുകയാണ് അല്ലെ, നമ്മൾ മനസ്സുകൊണ്ട് നമ്മളൊന്ന് തവാഫ് ചെയ്യും, റൗളയിൽ പോയി ഒന്ന് സലാം പറയും, അതേപോലെ തന്നെ അറഫയിലൊന്ന് നിൽക്കും, മുസ്ദലിഫയിലൊന്ന് രാപ്പാർക്കും, മിനയിലേക്കെത്തും, കല്ലെറിയും. ഇതെല്ലാം ഹജ്ജ് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ഹജ്ജിൻ്റെ പ്രയോജനം എന്താണ്, പ്രാധാന്യം എന്താണ്, വളരെ നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കണം. ആളുകളെല്ലാവരും വിളിച്ചു ചോദിക്കും, ഹജ്ജിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനായോ, ഹജ്ജിന് നിങ്ങൾ എടുക്കാൻ വേണ്ടി തുടങ്ങിയോ എന്ന് ചോദിക്കും. എനിക്ക് ആദ്യമായി എൻ്റെ ഹാജിമാരോട് എനിക്ക് പറയാനുള്ളത്, ഹജ്ജിനെക്കുറിച്ച് നല്ല രീതിയിലുള്ളൊരു പഠനം ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിർവഹിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതുപോലുള്ള യഥാർത്ഥമായ കർമ്മത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യണം. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ നിസ്കരിക്കണം. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഞാൻ എപ്രകാരം നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അപ്രകാരം നിങ്ങൾ നിർവഹിക്കണം. ആ നിസ്കാരം കൊണ്ട് മാത്രമേ നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ഖുദു അന്നി മനാസിക്കക്കും. നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ മനാസിക്കുകൾ ഞാൻ എപ്രകാരമാണോ പഠിപ്പിച്ചത് അതേ പ്രകാരം തന്നെ നിങ്ങൾ പിടിക്കണം. ഖുദു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സഹാബാക്കളായ മഹാന്മാർ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചു, അവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി. ആ ഒരു ഹജ്ജാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർവഹിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. ആ ഹജ്ജിനെയാണ് നമ്മൾ പറയുന്നത് ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങലിൻ്റെ ഹജ്ജ് എന്നാണ്. ആ ഹജ്ജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ മൗത്തിനെ സംബന്ധിച്ച എല്ലാ തരത്തിലുള്ള സൂചനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. ഒരു വിടവാങ്ങുന്ന ഒരു മനുഷ്യൻ്റെ ഹജ്ജ് പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്. ആ ഒരു ഹജ്ജ് ആയിരിക്കണം ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്ക് മാതൃകയായി നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ഹജ്ജ് എങ്ങനെയായിരിക്കണം അത് നമ്മൾ നിർബന്ധമായും പഠിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഓരോ സംഗതികൾക്കും ഓരോ പ്രതിഫലങ്ങളും പ്രയോജനങ്ങളുമുണ്ട്. ആ പ്രയോജനങ്ങളെ അൽഹംദുലില്ലാഹ് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ മാത്രമേ ആ അമലുകൾ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തിനു വേണ്ടിയാണ് നമ്മൾ നമസ്കരിക്കുന്നത്? ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ ആളുകളും അൽഹംദുലില്ലാഹ് സുബഹി നമസ്കരിച്ച് വന്ന ആളുകളായിരിക്കില്ല, 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഇതിൻ്റെ പ്രതിഫലം, എന്താണ് ഇതിൻ്റെ പ്രയോജനം, എന്തിനു വേണ്ടി ഞാൻ നിസ്കരിച്ചു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ വരുന്നുണ്ട്, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാണ്, ഒരു മനുഷ്യൻ പള്ളിയിൽ പോയി ജമാഅത്തായി 2 റക്അത്ത് സുബഹി നമസ്കരിച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം, ആ മനുഷ്യൻ രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് കൊടുക്കുന്നതാണ്. ആകെ ചെയ്തെത്രയാണ്? 2 റക്അത്ത് നമസ്കരിച്ചു, പള്ളിയിൽ പോയി എന്നാണ്. ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെയുള്ളൊരു നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? നമ്മളെ നിസ്കാരത്തിനെ കുറിച്ച് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ചെറിയൊരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. നമ്മളെങ്ങനെയാണ് നിസ്കരിക്കുന്നത്? എന്താണ് നിസ്കാരത്തിൻ്റെ പ്രയോജനവും പ്രതിഫലവും? നിസ്കാരത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ഇതെന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഖിമിസ് സ്വലാത്ത ലിദിക്രി എന്നാണ്. നിങ്ങൾ ഈ നിസ്കാരം നിസ്കരിക്കണം. എന്തിനു വേണ്ടിയാണ്? എൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഈ നമസ്കാരം മുഖാന്തരം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പിന്നെ തെറ്റ് ചെയ്യുകയില്ല. നമസ്കാരത്തിൻ്റെ സിഫാത്തു സ്വലാത്ത് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്താണ് സിഫാത്തു സ്വലാത്ത്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയമായി ഈ നമസ്കാരം ആ മനുഷ്യനെ തെറ്റുകളിൽ നിന്നും മോശമായ പ്രവൃത്തികളിൽ നിന്നും തടയുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്. ഈ നിസ്കാരം നിസ്കരിച്ചാൽ മതി, നമ്മളെല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വളരെ ചെറിയൊരു ദുആണ്, 2 സുജൂദുകൾക്കിടയിലുള്ള ഒരു പ്രാർത്ഥന. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താ പ്രാർത്ഥന? റബ്ബി ഗഫിർലി ഉർഹംനി വജ്ബിർനി ഉർഫഅനി ഉർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മനുഷ്യന് സുജൂദിലാകുന്ന സമയത്ത് ആ മനുഷ്യനും അള്ളാഹും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭമാണ്. ഒരു മനുഷ്യൻ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭം എപ്പോഴാണ്? ആ മനുഷ്യൻ സുജൂദിലായിരിക്കുന്ന സന്ദർഭത്തിലാണ്. അള്ളാഹു ലോകത്ത് ഒരാളെ എനിക്ക് ഭയമില്ല,
ഞാൻ നിന്നെ മാത്രം ഭയപ്പെടുകയും നിന്നിലുമൊക്കെ മാത്രം ഞാനിതാ സാഷ്ടാംഗം നമിക്കുകയും എൻ്റെ മുഴുവൻ അവയവങ്ങളും ഞാൻ നിന്നിലേക്ക് മാത്രം ഇതാ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ തലയുടെ ഭാഗം മണ്ണിലേക്ക് കുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായ കീഴ്വണക്കം, പൂർണ്ണമായ അടിമത്തം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ആ സുജൂദിൻ്റെ സന്ദർഭത്തിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ സുജൂദിൽ പോലും നമുക്ക് അള്ളാഹുവിന് ഓർമ്മയില്ല എങ്കിൽ നമസ്കാരത്തിൽ എങ്ങനെ ഓർമ്മയുണ്ടാവും? നമസ്കാരത്തിൽ അള്ളാഹുവിന് ഓർമ്മയില്ല എങ്കിൽ ജീവിതകാലത്ത് നമ്മൾക്ക് എങ്ങനെ അള്ളാഹുവിന് ഓർമ്മയുണ്ടാകും? ആ സുജൂദിൻ്റെ സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹ് 2 സുജൂദുകൾക്കിടയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളാണ്. ഒന്ന്, മനുഷ്യൻ്റെ ശരീരം അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലായിരുന്ന സന്ദർഭത്തിലാണ്. മനുഷ്യൻ്റെ മനസ്സ് അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. 2 സുജൂദുകൾക്കിടയിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഓരോ നമസ്കാരത്തിലും ആലോചിക്കണം. ഞാൻ എത്ര തവണ എൻ്റെ റബ്ബിനോട് ഈ ചോദ്യം ചോദിച്ചു, റബ്ബി ഗഫിർലി, അള്ളാഹു നീ എനിക്ക് മാപ്പാക്കി തരണം. ഉർഹംനി, അള്ളാഹു നീ എന്നോട് കരുണ കാണിക്കണം. ഉജ്ബിർനി, അള്ളാഹു എൻ്റെ ന്യൂനതകൾ നീ എന്നിൽ നിന്ന് മറച്ചു വെക്കണം. ഉർഫഅനി, എൻ്റെ പദവികൾ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നീ ഉയർത്തണം. വറുസ്ഖ്നി, എൻ്റെ ഉപജീവന മാർഗത്തിൽ, എൻ്റെ ഭാര്യയിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വാഹനത്തിൽ, എൻ്റെ വീടിൽ, എൻ്റെ ഉപജീവന മാർഗത്തിൽ അള്ളാഹു നീ ബറക്കത്ത് ചെയ്യണം. ഉർസ്ഖ്നി വഹ്ദിനി, അള്ളാഹു നീ എന്നെ ഹിദായത്തിലാക്കണം, സന്മാർഗത്തിലാക്കണം. വആഫിനി, അള്ളാഹു നീ എനിക്ക് ആഫിയത്ത് നൽകണം, എൻ്റെ ശരീരത്തിന് സൗഖ്യം നൽകണം. എന്താണ് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത്? എല്ലാ സംഗതികളും ഈ ചെറിയൊരു ദുആയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന്. നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്? ഈ ഒരു ദുആ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. അള്ളാഹു അപ്രകാരം നമസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ നിസ്കാരത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ഒളൂ ചെയ്തു എന്നിട്ട് ആ മനുഷ്യന് വന്ന് നല്ല രീതിയിൽ 5 നേരം നമസ്കരിച്ച് കഴിഞ്ഞാൽ 5 വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ബഹുമാനിക്കുന്നതാണ്. ഞാനിത് പറയുന്നത് നിസ്കാരത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഇബാദത്തുകളെക്കുറിച്ചൊന്ന് മാറ്റുരക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഇബാദത്തുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ നല്ല രീതിയിൽ വുളൂ ചെയ്ത് നമസ്കരിച്ച് കഴിഞ്ഞാൽ 5 നേരത്തെ നമസ്കാരം കൊണ്ട് 5 രീതിയിൽ അള്ളാഹു അവനെ ബഹുമാനിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 1, ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരും ദുനിയാവിൽ. 2, ഖബറിലെ ശിക്ഷകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒഴിവാക്കി തരും ഖബറിൽ. 3, വലത് കൈയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ നിങ്ങൾക്ക് കിതാബുകൾ നൽകും. 4, സിറാത്ത് പാലം അള്ളാഹു സുബ്ഹാനഹു വ തആല വേഗതയിൽ കടത്തിവിടും. 5, വിചാരണ കൂടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു നമസ്കാരത്തിൻ്റെ പ്രയോജനം എത്ര വലുതാണെന്നുള്ളത്. ദുനിയാവിലെ പ്രയാസം മാറ്റിത്തരും, ഖബറിലെ ശിക്ഷകൾ ഒഴിവാക്കി തരും, വലത് കൈയിൽ കിതാബ് നൽകും, സിറാത്ത് പാലം വേഗതയിൽ കടത്തിവിടും. അതോടൊപ്പം തന്നെ വിചാരണ കൂടാതെ ഹിസാബില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞ നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് പോലും നമ്മൾ അശ്രദ്ധരാണ്. പക്ഷേ നമ്മുടെ നമസ്കാരം നന്നാക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം കൂടിയാണ് നമ്മളുടെ ഹജ്ജ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരോടും ഹജ്ജുമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഹജ്ജിനെക്കുറിച്ച് അതിൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിലുപരി ഒരു ഹജ്ജ് കബൂലാകാൻ വേണ്ടി ഞാൻ എന്താണ് നിർവഹിക്കേണ്ടത് എന്ന് വളരെ മാന്യമായ രീതിയിൽ പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. ഒരു ഹജ്ജ് കബൂലാകണമെങ്കിൽ എന്ത് നിർവഹിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറയാണ്, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം അത് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ ഹജ്ജ് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗ്ഗം അള്ളാഹു നിർബന്ധമാക്കി കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ താല്പര്യമാണ്. പക്ഷെ ഒരു ഷർത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജ്. ഉടനെ സഹാബാക്കൾ ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഒമാ ബിർറുഹായ റസൂലുള്ളാഹ്, മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് തങ്ങളെ? സഹാബാക്കൾ അങ്ങനെയാണ്, അവർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ അൽഹംദുലില്ലാഹ് ആലോചിക്കും, ഞാനൊരു മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ ഞാൻ എന്താണ് നിർവഹിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഹജ്ജ് നിർവഹിച്ചു, അതിനുശേഷം നിങ്ങൾക്ക് 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ഹജ്ജ് മബ്റൂറായിട്ടുണ്ടെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 1, തീബുൽ കലാം, 2, അഫ്ഷുസ്സലാമ ബൈനക്കും, 3, അത്ഇമുത് തആം. നിങ്ങൾ ഹജ്ജ് നിർവഹിച്ചു, ഈ ക്വാളിറ്റികൾ, ഈ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും ചോദിക്കാൻ പോണ്ട, അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല മബ്റൂറാക്കിയിട്ടുണ്ട്. ആ മബ്റൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം സ്വർഗ്ഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചതാണ്. 1, തീബുൽ കലാം, മയമായ സംസാരം, നല്ല സംസാരം നിർവഹിക്കാൻ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ. 2, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കും.
മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്ഇമു തആം, നിങ്ങൾ ആളുകളെ ചോറ് വയ്പ്പിക്കും, ആളുകൾക്ക് ഭക്ഷണം നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എനിക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ എന്താണ് നിർവഹിക്കേണ്ടത്? അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് മഖ്ബൂലായ ഹജ്ജിനെ കുറിച്ചുള്ള വളരെ നല്ലൊരു ചിന്ത ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരികയും അതിൽ ഒരുങ്ങുകയും ചെയ്യണം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, അള്ളാഹു നമ്മെ ഹജ്ജിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് നൽകാൻ വേണ്ടി പോകുന്നത്? ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം ഞാൻ പറഞ്ഞു അല്ലേ, സ്വർഗമല്ലാതെ മറ്റൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ വേണ്ടി പോകുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സഹാബാക്കളോട് പറയാണ്, ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വന്ന് ധാരാളം തെറ്റുകൾ ചെയ്തൊരു മനുഷ്യനാണ്. ജീവിതത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ധാരാളം ആളുകൾ അൽഹംദുലില്ലാഹ് ജീവിതത്തിൻ്റെ യൗവനം കഴിഞ്ഞ ആളുകളാണ്. നമ്മുടെ യൗവനകാലത്ത് യുവത്വത്തിൽ നമ്മൾ ധാരാളം തെറ്റുകൾ ചെയ്തു പോയി, അള്ളാഹുവിൻ്റെ മുമ്പിൽ ധാരാളം തെറ്റുകൾ ചെയ്തു പോയി. നമ്മളൊന്ന് ആലോചിക്കണം, എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്തത്, നമുക്ക് പോലും കണക്കൂട്ടാൻ വേണ്ടി സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഈ തെറ്റ് ചെയ്തൊരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വേണ്ടി വിളിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് ഹജ്ജിന് കൊണ്ടുപോകുന്ന എന്തിനു വേണ്ടിയാണ്? ഈ തെറ്റുകൾ മുഴുവനും മാപ്പാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോവാണ്, മാപ്പാക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. എന്നിട്ട് ആ മനുഷ്യനെ അള്ളാഹു അറഫയിൽ നിർത്തി, അറഫയിൽ ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം അറഫയിൽ നിന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കുന്നതാണ്. തെറ്റ് ചെയ്ത മനുഷ്യനാണ് കൊണ്ടുപോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൻ്റെ ദിവസം ഇങ്ങനെ അറഫയിലേക്ക് അൽഹംദുലില്ലാഹ് തീരാൻ വേണ്ടി പോവാണ്, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോവാണ്. തങ്ങൾ ചിരിച്ചു. സഹാബാക്കൾ പറയാണ്, തങ്ങളുടെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ തങ്ങൾ ചിരിച്ചു. അപൂർവം മാത്രമേ തങ്ങൾ അപ്രകാരം ചിരിക്കുന്നതായി ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ, എന്താണ് ഈ ഹജ്ജിൻ്റെ ദിവസം ഇങ്ങനെ ചിരിക്കുന്നത് തങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ചിരിക്കാനുള്ള കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു തന്നു. ആ ഇബ്ലീസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാണിച്ചു തന്ന ഇന്നത്തെ ദിവസം ആ ഇബ്ലീസ് നഗ്നനായ രൂപത്തിൽ തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് വലിയ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന രംഗമാണ് ഞാൻ കണ്ടത്. മെലിഞ്ഞവനായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു പോയതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്താണ്? ഇബ്ലീസ് നഗ്നമായ രൂപത്തിൽ, മെലിഞ്ഞവനായി, ശരീരത്തിൽ വസ്ത്രമില്ലാത്ത രൂപത്തിൽ, തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് നിന്യനായി ഓടിപ്പോകുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹജ്ജിൻ്റെ ദിവസം കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത്രയും ഇബ്ലീസ് നിന്യനും അതേപോലെ തന്നെ നഗ്നനും ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ് അള്ളാഹു എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്ലീസ് ധാരാളം കാലം ആ മനുഷ്യനെ തെറ്റ് ചെയ്യിച്ചു, ഒരുപാട് കാലം തെറ്റ് ചെയ്യിച്ചു. എന്നിട്ട് ആ തെറ്റിൽ കുളിച്ച അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ആ മനുഷ്യൻ്റെ മേൽ വർഷിച്ചു. ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വേണ്ടി കൊണ്ടുവന്നു. ആ മനുഷ്യനെ അറഫയിലേക്ക് നിർത്തി. ആ മനുഷ്യൻ തൗബയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈയുയർത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ മാപ്പാക്കി കൊടുത്തു. ഇത് കണ്ടപ്പോഴാണ് ഇബ്ലീസ് നിരാശനായി പോയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തു. ആ തെറ്റുകളോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ അറഫയിലേക്ക് കൊണ്ടുവന്നു. പക്ഷാതാപ മനസ്സോടുകൂടി തൗബയോടുകൂടി ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് കൈയുയർത്തി. ആ മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് പുറത്തു കൊടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബാക്കൾക്ക്, എത്ര പാപങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുക ഒരു മനുഷ്യനെ. അറഫ കാരണമായി ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന കുറ്റങ്ങൾ, പാപങ്ങൾ എത്ര വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ലോകത്ത് കാണുന്ന മണൽത്തരികൾക്ക് സമാനമായ പാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്താൽ, ആകാശത്ത് മിറ്റി വീഴുന്ന മഴത്തുള്ളികൾക്ക് സമാനമായ പാപം ഒരു മനുഷ്യൻ ചെയ്താൽ, ഈ ലോകത്തിലെ വൃക്ഷങ്ങളിൽ കാണുന്ന ഇലകൾക്ക് സമാനമായ പാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്താൽ, സമുദ്രത്തിലെ തിരമാലകൾക്കും നുരകൾക്കും സമാനമായ പാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്താൽ, ആ മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളും അറഫ കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പുറത്തു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര വലിയ പാപങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നമ്മളെപ്പോലത്തെ പാപികൾക്ക്, നമ്മളെപ്പോലെ കുറ്റം ചെയ്ത ആളുകൾക്ക് റസൂലുള്ളാഹി സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഈ ലോകത്തെ മണൽത്തരികൾക്ക് സമാനമായ പാപങ്ങൾ നിങ്ങൾ ചെയ്താലും ശരി, ആകാശത്ത് നിറ്റി വീഴുന്ന മഴത്തുള്ളികൾക്ക് സമാനമായ പാപങ്ങളാണെങ്കിലും ശരി, ഈ ലോകത്തെ വൃക്ഷങ്ങളിൽ കാണുന്ന ഇലകൾക്ക് സമാനമായ പാപങ്ങളാണെങ്കിലും ശരി, ഈ ലോകത്തിലെ സമുദ്രത്തിലെ തിരമാലകൾക്ക് നുരകൾക്ക് സമാനമായ പാപങ്ങൾ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുന്ന സന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തരികയാണ്. ഇതിനേക്കാളും വലിയ സന്തോഷം നമുക്ക് എന്താ വേണ്ടത്? അല്ലെ, എല്ലാ തെറ്റുകളും പുറത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് ഹജ്ജിൻ്റെ രംഗമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്.
അബ്ദുല്ലാഹിബിൻ അംറുബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം മരണാസന്നനായി. അംറുബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിമോചകനാണ്. ഈജിപ്തിനെ ലോകത്തിനു മുമ്പിൽ ഇസ്ലാമിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ സഹാബിയാണ് അംറുബിൻ ആസ് റളിയല്ലാഹു അബ്ദുല്ലാഹിബിൻ അംറുബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. ഒരു കട്ടിലിങ്ങനെ കിടക്കുകയാണ്. ചുമരിന് അഭിമുഖമായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടാണ് കിടക്കുന്നത്. കിടന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണാസന്നനാണ്, സക്കറാത്തിൻ്റെ ഹാലിലാണ്. മോന് പോയി വിളിച്ചു. അബ്ദുല്ലാഹിബിൻ അംറുബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മോന് പോയി വിളിച്ചു, ഉപ്പ എന്തിനാണ് ഉപ്പ കരയുന്നത്? ഉപ്പ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബിയല്ലേ? സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിട്ടില്ലേ? എന്തിനാണ് ഉപ്പ കരയുന്നതെന്ന് അംറുബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ മോൻ അബ്ദുല്ലാഹിബിൻ അംറുബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. ആ സമയം അദ്ദേഹം ഒന്ന് തിരിഞ്ഞു കിടന്നു. എന്നിട്ട് മോനോട് പറയാണ്, എൻ്റെ മോനെ, എൻ്റെ ജീവിതത്തിൽ 3 അവസ്ഥകൾ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ 3 അവസ്ഥകൾ കടന്നു പോയിട്ടുണ്ട്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച മക്കയിലെ അവസ്ഥ. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഹിദായത്ത് നൽകി. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പോയി. തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ തങ്ങളോട് പറഞ്ഞു, ഞാൻ മുസ്ലിമാവുകയാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ റസൂലായും അള്ളാഹുവിനെ ഞാൻ ഇലാഹായും ഇത് അംഗീകരിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു പറഞ്ഞു. എന്ന് പറയാൻ വേണ്ടി പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയ്യത്തിന് വേണ്ടി എൻ്റെ നേരെ കൈ നീട്ടി. പക്ഷേ ഞാൻ കൈ പിൻവലിച്ചു കളച്ചു. എന്നോട് ചോദിച്ചു, എന്താണ് അംറേ ഇത്? ഇസ്ലാമാകാൻ വേണ്ടി മുസ്ലിമാകാൻ വേണ്ടി വന്നു, നീ കൈ നീട്ടി, ബയ്യത്തിന് വേണ്ടി കൈ നീട്ടി, നീ പിൻവലിച്ചു കളഞ്ഞു, എന്താണ് അംറേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് എൻ്റെ ഹബീബിനോട് ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ തെറ്റുകൾ മുഴുവൻ മാപ്പാക്കി തന്നാൽ മാത്രമേ ഞാൻ മുസ്ലിമാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംറുബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഈ അംറേ, 3 അവസ്ഥകളിൽ ഒരു മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അവൻ്റെ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് മാപ്പാക്കി കൊടുക്കും. ഇനി ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംറുബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞു എന്ന് അദ്ദേഹം പറയാണ്. ഒന്ന്, ഒരു മനുഷ്യൻ കുഫ്രിൻ്റെ അവസ്ഥയിൽ നിന്ന് ഈമാനിലേക്ക് കടന്നു വന്നു, അവൻ്റെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും. രണ്ടാമത്തേത്, ഒരു മനുഷ്യൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു, ആ മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് മാപ്പാക്കി കൊടുക്കും. മൂന്നാമത്തത്, ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിച്ചു, ആ മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് മാപ്പാക്കി കൊടുക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കാം. അല്ലാഹു മനസ്സിലാക്കേണ്ട തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നമ്മളുടെ പാപങ്ങൾ മുഴുവൻ കളയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അമലാണ് യഥാർത്ഥത്തിൽ ഹജ്ജിൻ്റെ അമലുകൾ. അപ്പോൾ അതിനുവേണ്ടി അൽഹംദുലില്ലാഹ് നമ്മൾ ധാരാളമായി തയ്യാറെടുപ്പുകൾ നടത്തണം. അള്ളാഹു, നീ എന്നെ വിളിച്ചു, നീ എന്നെ ക്ഷണിച്ചു, നിന്നിലേക്ക് പോകാൻ വേണ്ടി ഞാനിതാ തയ്യാറായി നിൽക്കുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റമായിരിക്കണമെന്ന നിയ്യത്തോടു കൂടിയായിരിക്കണം അൽഹംദുലില്ലാഹ് ഹജ്ജിന് വേണ്ടി പോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എപ്രകാരമായിരിക്കും? കയൗമ വലദതുഹു ഉമ്മുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉമ്മ പ്രസവിച്ച ദിവസം ഒരു കുഞ്ഞ് പാപങ്ങളിൽ നിന്ന് എപ്രകാരം പരിശുദ്ധമായിരുന്നോ ആ പരിശുദ്ധിയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർവഹിച്ചത് കാരണമായി നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു കൊടുക്കുക. ഒരു ഹജ്ജ് നിർവഹിച്ചത് കാരണമായി കയൗമ വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ പ്രസവിച്ച ദിവസം അവൻ പാപങ്ങളിൽ നിന്ന് ഒരു പാപം പോലും ചെയ്തിട്ടില്ല. ആ രൂപത്തിൽ അൽഹംദുലില്ലാഹ് ഹജ്ജ് നിർവഹിച്ചു, വിദാഇൻ്റെ തവാഫും ചെയ്ത് അൽഹംദുലില്ലാഹ് തിരിച്ചു വരുമ്പോൾ ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അത്തരം ഒരു ഹജ്ജായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹജ്ജിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ആലോചിച്ച് നോക്കണം, നമ്മൾ ഹജ്ജിന് വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ ഒരുങ്ങണം. ഒരു പ്രസംഗം മതി, ഒരു ക്ലാസ് മതി, ഒരനുഭവങ്ങൾ മതി നമ്മുടെ ജീവിതം ഒന്ന് മാറാൻ വേണ്ടി. ഒരു ജീവിതം ഒന്ന് മാറാൻ വേണ്ടി ഒരു സംഭവം മതി. അൽഹംദുലില്ലാഹ് നമുക്കൊരു തീരുമാനം എടുത്താൽ മതി. നമ്മൾ അൽഹംദുലില്ലാഹ് ഞങ്ങളൊരു പ്രാവശ്യം ഉംറയ്ക്ക് വേണ്ടി പോയി. ആ കൂട്ടത്തിൽ വളരെ പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ ചാന്നാണ് അയാളുടെ പേര്. അയാൾ ഈ മായിപ്പടിക്കടുത്താണ് സ്ഥലം. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഏകദേശം ഒരു 66 വയസ്സായി. അദ്ദേഹം ഭയങ്കരത്തിൽ ഇങ്ങനെ സിഗരറ്റ് വലിക്കും. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളൊന്ന് സിഗരറ്റ് വലിക്കുന്നത് മതിയാക്കണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഉസ്താദ്, ഞാൻ 6 വയസ്സിൽ തുടങ്ങിയതാണ്. എൻ്റെ ഉപ്പ എനിക്ക് സിഗരറ്റ് പിടിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തേക്കും, അടുപ്പിൽ പോയിട്ട് ഞാൻ പിടിപ്പിക്കും, ഞാൻ 2 വലിച്ചിട്ട് ഉപ്പാക്ക് കൊടുക്കും. അന്ന് തുടങ്ങിയതാണ്, എന്നെ കൊണ്ട് മതിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഇത് അൽഹംദുലില്ലാഹ് വളരെ പരിശുദ്ധമായ ഭൂമിയാണ്,
ഇവിടെ എന്തെങ്കിലും ഒരു നിയ്യത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിയ്യത്തിനെ കബൂൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നൊരു നിയ്യത്ത് വെക്കുക. അൽഹംദുലില്ലാഹ് നിങ്ങളുടെ നിയ്യത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ആ മനുഷ്യനെ എന്നോട് ആ സമയത്ത് തന്നെ പറഞ്ഞു, ഉസ്താദ് ഞാനിത് ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ആ സിഗരറ്റ് മെല്ലെ എടുത്ത് അദ്ദേഹം ഗുമാമിപ്പെട്ടിയിൽ കച്ചറയിലിട്ട് അതിന് ശേഷം അദ്ദേഹം അൽഹംദുലില്ലാഹ് സിഗരറ്റ് പൂർണ്ണമായി അന്ന് ഒറ്റ സെക്കൻഡാണ് ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിലൊരു തീരുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹ് ആ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അമലുകളിലേക്കുള്ള തൗഫീഖ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് നമ്മളുടെ പാപങ്ങൾ മുഴുവനും പുറത്ത് മാപ്പാക്കിക്കൊണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടത്. ഒരു മനുഷ്യന് 2 വലിയ സന്തോഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഒന്നാമത്തെ സന്തോഷം ഭൂമിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം. രണ്ടാമത്തെ സന്തോഷം അള്ളാഹുവിനെ കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം. നാളെ ആഖിറത്തിൽ വെച്ച് സ്വർഗത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ കാണും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹുവിനെ കാണുന്ന ഒരു രംഗം ദുനിയാവിൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. സ്വർഗത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രമേ അള്ളാഹുവിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആരെയാണ് കാണാൻ വേണ്ടി പോകുന്നത്? തമ്പുരാന്. അള്ളാഹുവിനെ കാണാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പൂർണ്ണ നിലാവുള്ളൊരു രാത്രി ഒരു മൈതാനിയിൽ വെച്ച് അൽഹംദുലില്ലാഹ് നിലാവ് കാണുന്നതിനേക്കാളും മനോഹരമായി നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്ന ഒരു ദിവസത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ആരെയാണ് കാണാൻ വേണ്ടി പോകുന്നത് അല്ലേ? നമുക്ക് കണ്ണുണ്ട്, പക്ഷേ കാഴ്ചശക്തി നൽകുന്നവൻ അള്ളാഹുവാണ്. ചെവിയുണ്ട്, കേൾവിശക്തി നൽകുന്നവൻ അള്ളാഹുവാണ്. നാവുണ്ട്, സംസാരശക്തി നൽകുന്നവൻ അള്ളാഹുവാണ്. കൈകാലുകളുണ്ട്, അത് ചലിപ്പിക്കാനുള്ള റൂഹ് നൽകുന്നവൻ അള്ളാഹുവാണ്. നമ്മളൊന്ന് മരിച്ചാൽ ഒന്ന് കണക്ക് നോക്കിയാൽ മരിച്ചു നോക്കിയാൽ മയ്യത്തിൽ കണ്ണുണ്ടാവും, പക്ഷേ കാണൂല. ചെവി ഉണ്ടാവും, പക്ഷേ കേൾക്കൂല. നാവുണ്ടാവും, പക്ഷെ സംസാരിക്കൂല. കൈകാലുകളുണ്ടാവും, പക്ഷെ അനങ്ങൂല. അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ആ റൂഹ് തിരിച്ചു പോയിരിക്കുകയാണ്. ഒരു കാണാത്ത റൂഹ് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ശരീരത്തിന് മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ റബ്ബിനെ കാണാൻ പോകുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അൽഹംദുലില്ലാഹ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എപ്രകാരമായിരിക്കും? അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്നെ മാത്രമല്ല, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും ഈ ശരീരത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബിനെ കാണാൻ വേണ്ടി പോകുന്ന രംഗം. ആകാശങ്ങളെയും ഭൂമിയുടെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബിനെ കാണാൻ വേണ്ടി പോകുന്ന രംഗം. ആകാശവും ഭൂമിക്കും അപ്പുറവും അതിനുള്ളതിനെയും സർവ്വതിനെയും നിയന്ത്രിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബിനെ ഒരു മനുഷ്യൻ കാണാൻ വേണ്ടി പോകുന്ന ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. സ്വർഗത്തിൽ വെച്ച് അൽഹംദുലില്ലാഹ് നമ്മളാ കാണുന്ന രംഗത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ അൽഹംദുലില്ലാഹ് വിശുദ്ധമായ കഅബ അൽഹംദുലില്ലാഹ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് കഅബ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പാപരഹിതമായ ശരീരത്തോടും മനസ്സോടും കൂടിയായിരിക്കണം. അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ കഅബ കാണാൻ വേണ്ടി നമ്മൾ യഥാർത്ഥത്തിൽ പോകേണ്ടത് പരിശുദ്ധമായ ശരീരത്തോടും മനസ്സോടും കൂടി പോകാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മക്കയിലേക്ക് പോകുമ്പോൾ ഇഹ്റാമോട് കൂടി അൽഹംദുലില്ലാഹ് പോകാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചു. നമ്മളെങ്ങനെയാണ് മക്കയിലേക്ക് പോകുന്നത്? ഇഹ്റാമോട് കൂടിയാണ് പോകുന്നത്. നമ്മൾ ഈ ഹജ്ജ് ക്ലാസ്സിനോടനുബന്ധിച്ചൊരു ചെറിയൊരു പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് ബൈത്തുൽ മുഖദ്ദസ് യാത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമാണ്. ഇൻഷാ അല്ലാഹ് ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ നവംബർ 20 പോയി ഡിസംബർ 2 തിരിച്ചു വന്ന ഒരു യാത്രയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രകാശന കർമ്മം കൂടി അൽഹംദുലില്ലാഹ് നമ്മളിവിടെ വെച്ച് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കർമുല്ലാഹ് ഹാജി മൗലവി ട്രാവൽസിൻ്റെ അൽഹംദുലില്ലാഹ് എല്ലാമായ അദ്ദേഹത്തിന് നമ്മുടെ ഈ അസുഖമായ അവസ്ഥയിലും കൂട്ടിക്കൊണ്ട് വന്നത്. അൽഹംദുലില്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ അൽഹംദുലില്ലാഹ് ഈ പുസ്തകം സ്വീകരിക്കണമെന്നും കൂടി നമ്മൾ അഭിപ്രായപ്പെടുകയാണ്. നമ്മൾ ഈ പുസ്തകത്തിന് പ്രത്യേകമായിട്ട് റേറ്റൊന്നും നിശ്ചയിച്ചിട്ടില്ല, എങ്കിലും ഒരു 50 റുപ്യ അൽഹംദുലില്ലാഹ് ഈ പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ വാങ്ങി അൽഹംദുലില്ലാഹ് പുറത്തുണ്ടാവും പുസ്തകം. ഇൻഷാ അല്ലാഹ് ഇനി ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് സൗജന്യമായിട്ട് എടുക്കുന്നതിലും വിരോധമൊന്നുമില്ല. എല്ലാവരും അൽഹംദുലില്ലാഹ് സ്വീകരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ഈ കാര്യം ആദ്യം തന്നെ നിർവഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബൈത്തുൽ മുഖദ്ദസ് യാത്ര ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. നമ്മളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നമ്മളോടൊപ്പം യാത്ര ചെയ്ത അൽഹംദുലില്ലാഹ് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവരൊന്ന് സ്റ്റേജിലേക്ക് വരിക. മൊയ്ച്ച ഉണ്ട്, അതേപോലെ തന്നെ ഇസ്മായിൽ ചാ, നമ്മൾ ഫസലുർ റഹ്മാൻ, ഇൻഷാ അല്ലാഹ് എല്ലാവരും. നമ്മൾ 46 പേര് കൊണ്ടിരുന്ന ഒരു യാത്രയായിരുന്നത്. ഇൻഷാ അല്ലാഹ് അമ്മാൻ മുതൽ അലക്സാണ്ട്രിയ വരെയാണ്. ജോർദാനിലെ അമ്മാനിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോയത്. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ നിന്നും ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ നിന്നും അൽഹംദുലില്ലാഹ് നമ്മൾ തിരിച്ചു വന്നു. 4 ഏകദേശം രാജ്യങ്ങളിലൂടെയാണ് നമ്മൾ ജോർദാനിലേക്ക് പോയി. ജോർദാനിൽ അൽഹംദുലില്ലാഹ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ സ്ഥലം, അതിനുശേഷം മുഅ്ത യുദ്ധം നടന്ന 3 സഹാബാക്കളുടെ മഖ്ബറകൾ, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു, ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. ഈ സഹാബാക്കളുടെ ഖബറിടങ്ങൾ സന്ദർശിച്ചു. അതിനുശേഷം നമ്മൾ അൽഹംദുലില്ലാഹ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, ഫലസ്തീനിലേക്ക്.
ഫലസ്തീനിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അൽഹംദുലില്ലാ സന്ദർശിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ, ഇസ്മായിൽ നബി ഇസ്ഹാഖ് അലൈഹി സ്വലാമിൻ്റെ, യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ എല്ലാം ഖബറിടങ്ങളെ അൽഹംദുലില്ലാ സന്ദർശിച്ചു. അതിനുശേഷം അൽഹംദുലില്ലാ നമ്മൾ ഈജിപ്തിലേക്ക് പോയി. അൽഹംദുലില്ലാ ഈജിപ്തിൽ 4 ദിവസം ഉണ്ടായിരുന്നു. താബ, കൈറോ, അതേപോലെ തന്നെ അലക്സാണ്ട്രിയ, ഈ സ്ഥലങ്ങളെ അൽഹംദുലില്ലാ പോയി തിരിച്ചു വന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പ് കഴിഞ്ഞ് ഏപ്രിൽ മാസം അവസാനത്തെ വീക്കിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും അൽഹംദുലില്ലാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോകുന്നുണ്ട്. ഹജ്ജിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ പോകുന്ന ആളുകൾക്ക് അൽഹംദുലില്ലാ നമ്മളെ മൗലവി ട്രാവൽസിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്നും അൽഹംദുലില്ലാ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അൽഹംദുലില്ലാ കിട്ടും. പോകാൻ തയ്യാറുള്ള ആളുകൾക്ക് അൽഹംദുലില്ലാ 1,25,000 റുപ്യാണ് ഉംറയില്ലാതെ, 1,80,000 റുപ്യാണ് ഉംറയോട് കൂടി അൽഹംദുലില്ലാ 5 രാജ്യങ്ങൾ, ജോർദാന്, അതേപോലെ തന്നെ ഇസ്രായേൽ, ഫലസ്തീന്, ഈജിപ്ത്, സൗദി അറേബ്യ. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ തിരിച്ചു വരാനുള്ള ഒരു ഏർപ്പാടാണ് ഇൻഷാ അല്ലാഹ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രകാശന കർമ്മം ഇൻഷാ അല്ലാഹ് ആദ്യം നിർവഹിക്കുകയാണ്. എല്ലാവരും അൽഹംദുലില്ലാ ദുആ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാ ഈ സഹാബാക്കളുടെ, മഹാന്മാരുടെ എല്ലാം ജീവിതങ്ങൾ അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നിയ്യത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. എല്ലാ തരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പ്രിയപ്പെട്ട ഹാജിമാർ മാപ്പാക്കണം, സമയം വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് അൽഹംദുലില്ലാ. അതെങ്കിലും ഹജ്ജിനെ കുറിച്ച് അൽഹംദുലില്ലാ മനസ്സിലാക്കി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങൾ അൽഹംദുലില്ലാ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് അൽഹംദുലില്ലാ വിശുദ്ധമായ കാബ കാണാനുള്ള നമ്മുടെ അവസ്ഥകളാണ്. നമ്മൾ കാബ കാണും അൽഹംദുലില്ലാ ദുനിയാവിൽ വെച്ച്, നാളെ ആഖിറത്തിൽ വെച്ച് അൽഹംദുലില്ലാ അള്ളാഹുവിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. ആഖിറത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണണം. അള്ളാഹുവിനെ എങ്ങനെയാണ് കാണുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു പ്രാവശ്യം സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. TV നോക്കുന്നുണ്ടായിരുന്നു. കാര്യമായൊരു പണ്ഡിതനെ അൽഹംദുലില്ലാ സദസ്സിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ വേണ്ടി ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അള്ളാഹുവിനെ ആഖിറത്തിൽ കാണാൻ വേണ്ടി ഒരു ഷർത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. ഒറ്റൊരു ഷർത്ത് മാത്രമാണ് അൽഹംദുലില്ലാ അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. നമ്മൾക്കെല്ലാം അള്ളാഹുവിനെ കാണണം. അതിനേക്കാളും വലിയൊരു സന്തോഷം വേറെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗത്തെക്കുറിച്ച്. സ്വർഗ്ഗം എങ്ങനെയാണ്? ഒരു കണ്ണിനും കാണാൻ കഴിയാത്തത്, ഒരു കാതിനും കേൾക്കാൻ കഴിയാത്തത്, ഒരു ഹൃദയത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ചിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, സ്വർഗ്ഗം എന്താണ്? ഒരു കണ്ണിനും കാണാൻ സാധിക്കില്ല. ഈ ദുനിയാവിലെ കണ്ണുകൾ കൊണ്ട് സ്വർഗ്ഗം കാണാൻ കഴിയൂല. ഈ കാതുകൾ കൊണ്ട് കേൾക്കാൻ സാധിക്കില്ല. ഇന്നതാണ് സ്വർഗ്ഗം. ഒരു ഹൃദയത്തിന് ചിന്തിക്കാൻ പോലും പറ്റൂല. ഒരു ഹൃദയത്തിന് ചിന്തിക്കാൻ പോലും പറ്റൂല. ഒരു ഹൃദയത്തിന് ചിന്തിക്കാൻ പോലും പറ്റൂല. ഇത്രയും വലിയ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ. ആരെങ്കിലും സ്വർഗ്ഗം ഇന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതല്ല സ്വർഗ്ഗമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കാരണം എന്താണ്? ദുനിയാവിൻ്റെ ഈ കണ്ണുകൾ കൊണ്ട്, ദുനിയാവിൻ്റെ ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ. ഇബ്നു അറബ് റളിയല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ഹദീസുകളെ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം സ്വർഗ്ഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ എഴുതുകയാണ്. അവസാനമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് കൊടുക്കുന്ന, ആ സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്? ഈ ദുനിയാവിൻ്റെ 10 ഇരട്ടി വലിപ്പം, ദുനിയാവിൻ്റെ 10 ഇരട്ടി വലിപ്പം സ്വർഗ്ഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് ഈ ദുനിയാവിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗ്ഗം? അല്ലെ കാസർഗോഡിൻ്റെ അത്രക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കേരളത്തിൻ്റെ അത്രക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ അത്രക്ക് കിട്ടിയാൽ മതി. അല്ല, ഈ ദുനിയാവിൻ്റെ അത്രയും വലിപ്പമുള്ള, അതിനേക്കാളും 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗ്ഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അല്ല, എന്താ സ്വർഗ്ഗത്തിന് എന്തിനു വേണ്ടിയാണ്? സ്വർഗ്ഗം ആസ്വദിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. സ്വർഗ്ഗം ആസ്വദിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അവിടെ ഭക്ഷണം കഴിക്കും വിശക്കുന്നതിന് വേണ്ടിയല്ല, ആസ്വദിക്കാൻ വേണ്ടി. അവിടെ വെള്ളം കുടിക്കും ദാഹിക്കുന്നതിന് വേണ്ടിയല്ല, ആസ്വദിക്കാൻ വേണ്ടി. അവിടെ ഉറക്കമില്ല. അൽഹംദുലില്ലാഹ്, ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണ്. ഉറക്കവും മരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിച്ചു കളഞ്ഞിരിക്കുകയാണ് ആഖിറത്തോടു കൂടി. കാലാകാലത്തേക്കുള്ള ജീവിതം ഉറങ്ങാതെ, അല്ലെ, തിന്നും കുടിച്ചും രമിച്ചും അൽഹംദുലില്ലാഹ് ധാരാളമായി ആസ്വദിക്കാനുള്ള സ്വർഗ്ഗമാണ് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സ്വർഗ്ഗത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയാറുണ്ട്. ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. പെട്ടെന്ന് അദ്ദേഹം അതുവരെയില്ലാത്തൊരു മണം, ഒരു സുഗന്ധം അദ്ദേഹം ആസ്വദിക്കുകയാണ്. അദ്ദേഹം മലക്കുകളോട് വിളിച്ച് ചോദിച്ചു, ഞാൻ സ്വർഗ്ഗത്തിൽ എത്രയോ കാലമായി താമസം തുടങ്ങിയിട്ട് ഇതുവരെ ഇതുപോലുള്ളൊരു മണം എനിക്ക് കേട്ടിട്ടില്ലല്ലോ, എന്താണ് ഈ സുഗന്ധത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മലക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെക്കാളും ഒരു പദവി കൂടുതലുള്ള ഒരു സ്വർഗവാസി ഒന്നും ചരിഞ്ഞു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട സുഗന്ധമാണ് നിങ്ങൾ ആസ്വദിച്ചതെന്ന് പറഞ്ഞു. എന്നേക്കാളും ഒരു പദവി കൂടുതൽ. What? 1 minute. 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 1
ഇത് നമ്മുടെ മോനാണ് ഇസ്മായിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു 55-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഒരു സന്താനത്തിന് തരുന്നത്. ഇതെല്ലാം അൽഹംദുലില്ലാഹ് നമ്മുടെ ഹജ്ജും ഉംറയുമായി ബർക്കത്തോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങളാണ്. ഇതിൻ്റെയൊക്കെ കഥകൾ ഒരുപാട് പറയാനുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വാർദ്ധക്യത്തിൽ കൊടുത്തൊരു സന്താനത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മൾ വെച്ച പേരാണ് ഇസ്മായിൽ എന്ന പേര്. അള്ളാഹു അവനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെപ്പം ദുആ ചെയ്യലുണ്ട്, അള്ളാഹു ഹറമിൻ്റെ ഇമാമാക്കി അള്ളാഹു നീ എന്ന് നമുക്ക് കാണിക്കാനുള്ള തൗഫീഖ് നൽകണോ. നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം അൽഹംദുലില്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ സ്വർഗത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. എന്താണ് സ്വർഗം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു സ്വർഗം, അവസാനമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ധാരാളം തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തു. അതിൻ്റെ പേരിൽ ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിട്ടു. അവസാനം അദ്ദേഹത്തിൻ്റെ ശിക്ഷകളൊക്കെ കഴിഞ്ഞാൽ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ മനുഷ്യനെ നരകത്തിലിട്ടതിൻ്റെ അടയാളം ഉണ്ടാവും. അപ്പോൾ ആ മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ല ഹയാത്തുൻ നെഹർ, ജീവിതമാകുന്ന ഒരു നെഹർ, ഒരു പുഴയിൽ കുളിക്കാൻ വേണ്ടി പറയും. അപ്പോൾ സ്വർഗത്തിലിട്ട് കത്തിക്കരിഞ്ഞ് കരുവാളിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ കരിക്കട്ട പോലെ ഉണ്ടാകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ താല്പര്യം. ആ മനുഷ്യനെ ഇതിലിട്ട് കൊണ്ടുവരും. അപ്പോൾ ആ മനുഷ്യൻ നല്ല സുന്ദരനായ ഒരു മനുഷ്യനാവും. എന്നിട്ട് ആ മനുഷ്യനോട് അള്ളാഹ് പറയും, അത് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ, നിന്നെ സ്വർഗത്തിലേക്ക് ഇട്ടിരിക്കുന്നു. എത്രയാ സ്വർഗം കൊടുക്കാൻ പോകുന്നത്? അവസാനമായി സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. ആ മനുഷ്യൻ കഴിഞ്ഞാൽ പിന്നെ ആ സ്വർഗത്തിനെ ഒന്ന് അടച്ചു കളയും. പിന്നെ ആ മനുഷ്യനെ ആരും സ്വർഗത്തിലേക്ക് ഇടൂല, സ്വർഗത്തിൻ്റെ വാതിലുകൾ അടക്കും. അപ്പോൾ ആ മനുഷ്യൻ സ്വർഗത്തിൻ്റെ ഗേറ്റിൽ ഇങ്ങനെ പോയിട്ട് നോക്കും. നോക്കിയിട്ട് അള്ളാഹിനോട് പറയും, അള്ളാഹ് സ്വർഗത്തിൽ ഫുള്ളാണ്, എനിക്ക് സ്ഥലമില്ല എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് ചോദിക്കും, നീ സ്വർഗത്തിൻ്റെ ഉള്ളിൽ പോയോ എന്ന് ചോദിക്കും. അപ്പോൾ ആ മനുഷ്യൻ പറയും, ഞാൻ സ്വർഗത്തിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല, ഞാൻ ഗേറ്റ് നിന്നിട്ട് നോക്കിയതേ ഉള്ളൂ. അള്ളാഹു പറയും, നിനക്ക് ഞാൻ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ ദുനിയാവിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗ്ഗമാണ്, നീ പോയിക്കോ ഉള്ളിലേക്ക് എന്ന് പറയും. ആ മനുഷ്യൻ സ്വർഗത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കവാടങ്ങളിൽ വെച്ച് ആ മനുഷ്യനെ ചെറിയ കുട്ടികൾ മുത്തുകൾ വിതറപ്പോലുള്ള കുട്ടികൾ വന്ന് ആ മനുഷ്യനെ ആഹിലംബിക്കും സഹിലംബിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സ്വാഗതം ചെയ്യും. എന്നിട്ട് ആ മനുഷ്യനെ പാട്ടുപാടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. സ്വർഗത്തിൽ വലിയൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ 2 ഭാഗത്ത് 2 അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി അദ്ദേഹം വലതുഭാഗത്ത് കാണുന്ന അരുവിയിലൊന്ന് കുളിക്കും. അതോടുകൂടി ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ പീഡകളും വേദനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും. രണ്ടാമത്തെ അരുവികളിൽ ആ മനുഷ്യൻ കുളിക്കും. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മാനസികമായ മുഴുവൻ വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുന്ന സ്വർഗത്തിലേക്ക് ആ മനുഷ്യൻ പ്രവേശിക്കുകയാണ്. എന്നിട്ട് ആ സ്വർഗത്തിൻ്റെ അവസ്ഥകളിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ പോയി മുമ്പിലെത്തുമ്പോൾ ഒറ്റമുത്തിനാനുള്ള വലിയൊരു വീട് അലങ്കരിച്ച് കാണും. അലങ്കരിച്ചൊരു വീട്, ഒറ്റ മുത്ത് കൊണ്ട് നിർമ്മിച്ച സ്ഫടികം പോലുള്ളൊരു വീടാണ്. ആ വീടിനെ കാണുമ്പോഴേക്കും ആ മനുഷ്യൻ അങ്ങനെ ഒന്ന് സുജൂദിലേക്ക് വീഴും. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ കുട്ടികൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് സുജൂദിലേക്ക് വീണത്? അപ്പോൾ ആ മനുഷ്യൻ പറയും, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ സുജൂദിലേക്ക് വീണത്. അപ്പോൾ കുട്ടികൾ ആ മനുഷ്യനെ കളിയാക്കും. എന്താ പറയുന്നത്? നിങ്ങളുടെ റബ്ബിനെയൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടെന്താണ്? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വീടുകളിൽ ഒരു വീട് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ അള്ളാഹുവിനെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ എന്താ കണ്ടിട്ടുള്ളത്? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വീടുകളിൽ ഒരു വീട് മാത്രമേ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളൂ. ഇതുപോലുള്ള 1000 വീടുകൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ആ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. ആ വീടിൻ്റെ കൊത്തുപണികൾ, ആ വീടിൻ്റെ വാതിലിൻ്റെ മൊഞ്ച് മാത്രം കണ്ട് 1000 വർഷം ആ വാതിലിൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ ഇങ്ങനെ നോക്കി നിന്നു പോകും. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യന് അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ കാണുന്നൊരു ദിവസമുണ്ട്. നമ്മളൊന്ന് ആലോചിക്കും, ഈ സ്വർഗത്തിന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹ് ആ സ്വർഗത്തിൽ ആ മനുഷ്യൻ എത്തും. എന്നിട്ട് ഒരു വീട് കൊടുക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ അന്താളിച്ചു പോകും. ആ വീട്ടിൻ്റെ മുമ്പിൽ 1000 വർഷം ആ മനുഷ്യനെ ആ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് പോകും. എന്നിട്ട് 1000 വർഷം കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ അവരോടൊപ്പം ഇങ്ങനെ നടന്നു പോകും. ഓരോ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കണ്ട് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചോദിക്കും, മനുഷ്യ നീ തൃപ്തനാണോ എന്ന് ചോദിക്കും. ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയും, അള്ളാഹു ഞാൻ തൃപ്തനാണ്, ഞാൻ നരകത്തിലായിരുന്നു, നരകത്തിൽ നീ എന്നെ മോചിപ്പിച്ചു, നീ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു, സ്വർഗത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ ഞാനിത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹു ഞാൻ സംതൃപ്തനാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഞാൻ നിനക്ക് ഒരു അനുഗ്രഹം കൂടി തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കും അള്ളാഹുവിനോട്, അള്ളാഹു ഇനി എന്ത് അനുഗ്രഹമാണ് എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്? അള്ളാഹു ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഞാൻ എൻ്റെ റിള, എൻ്റെ തൃപ്തി നിൻ്റെ മേൽ ഇതാ നൽകിയിരിക്കുകയാണെന്ന് പറയും. അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ആ മനുഷ്യൻ അള്ളാഹ് നൽകുക. അതിനേക്കാളും വലുത് എന്താണ് ആ മനുഷ്യന് വേണ്ടത്? അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ആ മനുഷ്യന് വീണ്ടും വലിയ ആനന്ദത്തിലായിരിക്കും. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ മനുഷ്യനോട് ചോദിക്കുക, മനുഷ്യ നീ സന്തോഷവാനാണോ എന്ന് ചോദിക്കും. അപ്പം ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ നീ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു, സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു,
സ്വർഗത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ഞാൻ ആസ്വദിച്ചു. നീ എനിക്ക് അനുഗ്രഹങ്ങൾ നൽകി, നിന്റെ തൃപ്തിയും പൊരുത്തവും നീ എനിക്ക് നൽകി അള്ളാഹു, ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണെന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഒരു അനുഗ്രഹം കൂടി ഞാൻ നിനക്ക് നൽകാൻ വേണ്ടി പോവാണ്. ആ മനുഷ്യൻ ചോദിക്കും, അള്ളാഹു എന്ത് അനുഗ്രഹമാണ് നീ എനിക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതുവരെ മറഞ്ഞു നിന്നിരുന്ന അള്ളാഹുവിൻ്റെ മറ ഒന്ന് ഇങ്ങനെ നീക്കിക്കൊടുക്കും. അള്ളാഹുവിൻ്റെ മറ ഒന്ന് ഇങ്ങനെ നീക്കിക്കൊടുക്കും. ആ മനുഷ്യൻ അല്ലെ, പൂർണ്ണ ചന്ദ്രനുള്ള രാത്രി നിലാവിനെ കാണുന്നതിനേക്കാളും മനോഹരമായി തൻ്റെ റബ്ബിനെ ഒന്ന് കാണുകയാണ്. എന്നെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചു കൊണ്ടിരുന്ന, എനിക്ക് സന്മാർഗം നൽകിയിരിക്കുന്ന, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന, എനിക്ക് തൃപ്തിയും പൊരുത്തവും നൽകിയ എൻ്റെ റബ്ബിനെ ഞാൻ നേരിട്ട് കാണാൻ വേണ്ടി പോകണം. അള്ളാഹു സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ആ മനുഷ്യൻ നോക്കൂ എന്നുള്ളതാണ്. എത്ര കാലം നോക്കും അറിയൂല. എത്രയോ ആയിരക്കണക്കിന് വർഷക്കാലം അള്ളാഹുവിൻ്റെ ജലാലിയത്തിൽ ആ മനുഷ്യൻ ഇങ്ങനെ ലയിച്ചു ചേരും. എൻ്റെ റബ്ബിനെ ഞാൻ കാണുക. അള്ളാഹുവിൻ്റെ ജലാലിയത്തിലേക്ക് അൽഹംദുലില്ലാഹ് ആ മനുഷ്യൻ ഇങ്ങനെ ലയിച്ച് ചേരുക. ആ മനുഷ്യൻ എങ്ങോട്ടും പോകാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ വളരെ വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ തൻ്റെ വീടുകളിലേക്കൊന്ന് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന ഊർലിങ്ങളുണ്ടാവും. അവർ ആ മനുഷ്യനോട് ചോദിക്കും, നിങ്ങൾ എവിടെയായിരുന്നു ചോദിക്കും. നിങ്ങളുടെ സൗന്ദര്യത്തിൽ വലിയ വർധനവുണ്ടല്ലോ, നിങ്ങളുടെ ശബ്ദത്തിൽ വലിയ മാധുര്യമുണ്ടല്ലോ, നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം, നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് അവരോട് പറയും, ഞാൻ എൻ്റെ റബ്ബിൻ്റെ ജലാലിയത്തിലൊന്ന് ലയിച്ചു ചേർന്നിരിക്കുകയായിരുന്നു, ആ അവസ്ഥയിലാണ് ഞാൻ നിങ്ങളിലേക്ക് കടന്നു വന്നത്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വർഗമാണ് അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മബ്റൂറായ ഹജ്ജിൻ്റെ പ്രതിഫലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു. നമുക്കത് കിട്ടണ്ടേ ഇൻഷാ അല്ലാഹ്? അല്ല, എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നൽകുമാറാകട്ടെ. പക്ഷേ വലിയൊരു ഒരുക്കത്തോടു കൂടി അൽഹംദുലില്ലാഹ് നമ്മൾ യാത്ര നിർവഹിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ ക്ലാസ് അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റമായിരിക്കണം. ഒറ്റ സംഭവം മതി നമ്മുടെ ജീവിതം മാറാൻ വേണ്ടി. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹു തആല അള്ളാഹുവിൻ്റെ വലിയൊരു വലിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിയത് ഒരൊറ്റൊരു സംഭവം മാത്രമാണ്. ഇതേപോലെ തന്നെ ചില ആളുകൾ പറയും, ഒരു ക്ലാസ് അൽഹംദുലില്ലാഹ് എൻ്റെ ജീവിതം മാറ്റും എന്നുള്ളത്. ഒരു സംഭവം എൻ്റെ ജീവിതം മാറ്റുമെന്ന് നമ്മളെല്ലാവരും പറയും. അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിയ ഒരു സംഭവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം വലിയൊരു രാജാവായിരുന്നു. ബൽഖീൽ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തിലെ ഇറാഖിലെ ഒരു രാജാവായിരുന്നു അദ്ദേഹം വളരെ ദൂരത്തോടു കൂടി, രാജാക്കന്മാർ എങ്ങനെ ജീവിക്കുക, വളരെ ദൂരത്തോടു കൂടി ജീവിക്കും. അതേപോലെ തന്നെ അഹങ്കാരത്തോടു കൂടി ജീവിക്കും. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യരായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം. അദ്ദേഹം ഒരു പ്രാവശ്യം ഇങ്ങനെ വേട്ടയാടി വളരെ തളർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു അടിമ പെണ്ണ് അദ്ദേഹത്തിൻ്റെ മാർദ്ദവമേറിയ മെത്തകളിൽ ഒന്ന് കിടന്ന് കാണുകയാണ്. അദ്ദേഹം വീട്ടിലേക്ക് വന്നു. ഒന്ന് കിടക്കാൻ വേണ്ടി തൻ്റെ റൂമിലെത്തിയപ്പോൾ, അല്ലെ തൻ്റെ അന്തപുരത്തിലെത്തി അദ്ദേഹം തൻ്റെ മാർദ്ദവമേറിയ കിടക്കയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു അടിമ പെണ്ണ് അവിടെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. കാരണം രാജാവ് കിടക്കുന്ന ഒരു കിടക്കയിൽ ആര് കിടന്നിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ഒരു അടിമ പെണ്ണ് കിടന്നിട്ടുണ്ട്. അദ്ദേഹം ചാട്ടവാർ കൊണ്ടുവന്ന് ആ പെൺകുട്ടിയെ അടിച്ചു, ധാരാളമായി അടിച്ചു. അടിയുടെ വേദന കൊണ്ട് ആ പെൺകുട്ടി കരഞ്ഞുപോയി, ധാരാളമായി കരഞ്ഞു. അവസാനം ആ പെൺകുട്ടി ചിരിക്കാൻ വേണ്ടി തുടങ്ങി, ധാരാളമായി ചിരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ കരഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? അടിയുടെ വേദന കൊണ്ടാണ് നീ കരഞ്ഞത്, പക്ഷെ നീ ചിരിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു അദ്ദേഹത്തോട്, ഞാൻ കരഞ്ഞത് അടിയുടെ വേദന കൊണ്ടാണ് കരഞ്ഞത്, ശരിയാണ്. പക്ഷെ ഞാൻ ചിരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ അറിയണം. ഞാൻ അല്പസമയത്ത് സുഖത്തിനു വേണ്ടി മാർദ്ദവമേറിയ മെത്തയിൽ കിടന്നപ്പോൾ ഇത്രയും ഭീകരമായ മർദ്ദനമാണ് എനിക്ക് ലഭിച്ചതെങ്കിൽ, ചാട്ടവാറ് കൊണ്ടുള്ള ഈ അടിയാണ് എനിക്ക് ലഭിച്ചതെങ്കിൽ, കാലാകാലം ഈ മെത്തയിൽ കിടക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ ഓർത്തുകൊണ്ടാണ് ഞാൻ ചിരിച്ചു പോയതെന്ന് ആ പെൺകുട്ടി അദ്ദേഹത്തോട് പറയാം. ഇത്ര കാലം നിങ്ങൾ ഈ കിടക്കയിൽ കിടന്നു, ഞാൻ അല്പസമയം മാർദ്ദവമേറിയ കിടക്കയിൽ കിടന്നതിൻ്റെ പേരിൽ ഇത്രയും ഭീകരമായ ഒരു ശിക്ഷ എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ, ഇത്രയും കാലം ഈ കിടക്കയിൽ കിടന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷ ഓർത്തുകൊണ്ടാണ് ഞാൻ ചിരിച്ചു പോയതെന്ന് ആ പെൺകുട്ടി പറയാണ്. ഇത് കേൾക്കേണ്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹു തആല ആ കൊട്ടാരം വിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. ഇല്ല, ഇനി അള്ളാഹുവിലേക്ക് ഞാനിത് തിരിച്ചൊരു യാത്ര നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം മുഴുവൻ അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ സംഭവബഹുലമായ ഒരു ചരിത്രമാണ്. പിന്നീട് അദ്ദേഹം അള്ളാഹുവിൻ്റെ വലിയായി തന്ന ഒരു സംഭവമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ഉപേക്ഷിക്കാൻ വേണ്ടി മടി വന്നില്ല, അള്ളാഹുവിലേക്ക് അദ്ദേഹം തിരിച്ചു പോവാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സംഭവം, ഒരു സംഭവം മാത്രം ഞാൻ ഓർമ്മക്ക് വേണ്ടി പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന് വേണ്ടി ഒരു മനുഷ്യൻ തയ്യാറായി കഴിഞ്ഞാൽ, മൻ കാന ലില്ലാഹി കാന അല്ലാഹു ലഹു, അല്ലെ, മൻ കാന ലില്ലാഹി കാന അല്ലാഹു ലഹു. ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി സർവ്വം ത്യജിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെതായി തീരുന്ന അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെതായി തീരുന്ന അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അള്ളാഹുവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറായി. അദ്ദേഹം കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെ, കൊട്ടാര സംബന്ധമായ ഭക്ഷണം കഴിച്ച ഒരു മനുഷ്യനാണ്.
അദ്ദേഹത്തിന് ഭക്ഷിക്കാനൊന്നുമില്ല, കയ്യിൽ ആ ധരിച്ച വസ്ത്രം മാത്രമേ ഉള്ളൂ. ഒന്നും എടുക്കാതെയാണ് അള്ളാഹുവിൻ്റെ വഴിയിലൂടെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാട്ടിലെത്തിയപ്പോൾ ഒരു സന്യാസിയെപ്പോലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആകാശത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തരുന്ന ഭക്ഷണമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, റൊട്ടിയും ദാലും മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിമിന് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്കും ഈ ഭക്ഷണത്തിൽ പങ്കുചേരാമെന്ന് പറഞ്ഞു. ഇബ്രാഹിമിന് അദ്ദേഹം ആ ഭക്ഷണം എടുത്തൊന്ന് കഴിച്ചു നോക്കിയല്ലേ, രാജകീയമായ ഭക്ഷണം കഴിച്ച ശീലമുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ ഭക്ഷണമൊന്നും ഇറങ്ങുന്നില്ല, ഒന്ന് കഴിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. വലിയ വിശപ്പുണ്ട്, പക്ഷെ രാജകീയമായ ഭക്ഷണം കഴിച്ച് മാത്രമേ ശീലമുള്ളൂ. അദ്ദേഹത്തിന് യാതൊന്നും തന്നെ ഇറങ്ങുന്നില്ല. ആ സമയത്ത് അദ്ദേഹം അള്ളാഹുവിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ദുആ ചെയ്യാണ്, അള്ളാഹുവേ, നിനക്ക് വേണ്ടി നിന്റെ കൊട്ടാരം വിട്ടിറങ്ങിയ ഇബ്രാഹിം 25 വർഷമായി ഞാൻ ഈ കൊട്ടാരത്തിൽ ഒരു രാജകീയമായ രാജാവിനെ പോലെ അൽഹംദുലില്ലാഹ് സൂചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിതാ നിനക്ക് വേണ്ടി സർവ്വതും ഉപേക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ആകാശത്ത് നിന്ന് ഇറക്കി കൊടുക്കുന്നത് പോലുള്ള ഒരു ഭക്ഷണം അള്ളാഹു എനിക്കും നീ ഇറക്കി തരണം. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൈയുയർത്തിക്കൊണ്ട് ദുആ ചെയ്യും. ആ സമയത്ത് ആകാശത്ത് ഒരു ഭക്ഷണത്തിൻ്റെ തളിക അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നതാണ്. സ്വർഗീയമായ ഭക്ഷണത്തിൻ്റെ തളികകളിൽ രാജകീയമായ ഭക്ഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ അവിടെ ആ ധ്യാനനിരതനായ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്രയോ കാലം ധ്യാനനിരതനായിരിക്കുന്ന ആ മനുഷ്യൻ അള്ളാഹുവിനോട് പരാതിപ്പെട്ടു, അള്ളാഹു, എത്രയോ കാലമായി നിന്റെ മുമ്പിൽ ഞാൻ ധ്യാനനിരതനായിരിക്കുകയാണ്, എനിക്ക് നീ റൊട്ടിയും ദാലും മാത്രമാണ് ഇറക്കി തരുന്നത്. ഇബ്രാഹിമിന് അദ്ദേഹത്തിന് ഒരു തവണ ചോദിച്ചപ്പോൾ തന്നെ സ്വർഗീയമായ ഭക്ഷണത്തിൻ്റെ തളിക തന്നെ ഇറക്കി കൊടുത്തില്ല അള്ളാഹുവേ, എന്തുകൊണ്ട് എനിക്ക് നൽകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആകാശത്ത് അശരീരി ഉണ്ടായി എന്നാണ്. നീ നിന്റെ വീട്ടിൽ നിന്ന് റൊട്ടിയും ദാലും ഉപേക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ വഴിയിലേക്ക് കടന്നു വന്നത്. സ്വർഗീയമായ മുഴുവൻ സുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ ഇബ്രാഹിം എൻ്റെ വഴിയിലൂടെ കടന്നു വന്നത്. അതുകൊണ്ട് ഇബ്രാഹിമിനെ ഞാൻ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭാഗത്ത് അൽഹംദുലില്ലാഹ് ശരീരി ഉണ്ടായിരുന്നു. അള്ളാഹു മനസ്സിലാക്കേണ്ട തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ത്യജിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് നമുക്ക് അൽഹംദുലില്ലാഹ് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഹജ്ജിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽഹംദുലില്ലാഹ് നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം, ഞാൻ ഹാജിയാകാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം സ്വർഗ്ഗമാണ്, സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകില്ല. ഞാൻ എത്ര വലിയ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആ തെറ്റുകൾ മാപ്പാക്കി തരികയാണ്. അല്ലെ, ഭൂമിയിലെ മണൽത്തരികൾക്ക് സമാനമായ പാപങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതെങ്കിലും ശരി, ആകാശത്ത് മിറ്റി വീഴുന്ന മഴത്തുള്ളികൾക്ക് സമാനമായ പാപങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് വന്നു പോയതാണെങ്കിലും ശരി, ഈ ലോകത്തിലെ വൃക്ഷങ്ങളിൽ കാണുന്ന ഇലകൾക്ക് സമാനമായ പാപങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് വന്നു പോയതാണെങ്കിലും ശരി, ഈ ലോകത്തിലെ സമുദ്രങ്ങളിൽ കാണുന്ന തിരമാലകൾക്കും നിരകൾക്കും സമാനമായ പാപങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നു പോയതാണെങ്കിലും ശരി, ഇതെല്ലാം മാപ്പാക്കി തരാൻ വേണ്ടി എൻ്റെ റബ്ബ് എന്നെ വിളിച്ചു കൊണ്ടുപോവുകയാണ് പരിശുദ്ധമായ അറഫയിലേക്ക്. അതുകൊണ്ട് അള്ളാഹു നിന്നോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ ഇന്നു മുതൽ എൻ്റെ ജീവിതം ഞാൻ മാറ്റിമറിക്കാൻ വേണ്ടി പോവുകയാണുള്ള നിയ്യത്തോടു കൂടിയായിരിക്കണം ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പോകേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരു 6 മാസത്തോളം നമുക്ക് സമയമുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടി നിങ്ങളോട് പറയാം. അല്ലെ, നമ്മൾ അൽഹംദുലില്ലാഹ് വിശുദ്ധമായ കഅബ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ആ സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് വരണമെന്നാണ്. നിങ്ങൾ ആര് വന്നോട്ടെ, പക്ഷെ എങ്ങനെയാണ് വരേണ്ടത്? 4000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ധരിച്ച 2 വസ്ത്രങ്ങൾ മാത്രം അണിഞ്ഞുകൊണ്ടായിരിക്കണം എൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വരുന്നത്. സൗദി അറേബ്യയുടെ രാജാവ്, അദ്ദേഹം വലിയ രാജാവാണ്. പക്ഷെ അദ്ദേഹത്തോടും അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ്? 2 വസ്ത്രങ്ങൾ മാത്രം, ഒരു തുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ കഅബയിലേക്ക് വരേണ്ടത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധിയോടുകൂടിയായിരിക്കണം മക്കയിലേക്ക് പോകേണ്ടത്. ശരീരത്തിന്റെ പരിശുദ്ധി മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെയും ഒന്ന് പരിശുദ്ധിപ്പെടുത്തണം. നിങ്ങൾ ഇഹ്റാമിന്റെ വസ്ത്രമണിഞ്ഞ് നിങ്ങളുടെ ശരീരത്തിനെ പരിശുദ്ധിപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും അൽഹംദുലില്ലാഹ് നിങ്ങളൊന്ന് പരിശുദ്ധിപ്പെടുത്തണം. നിങ്ങൾ ഇഹ്റാമിന്റെ വസ്ത്രം അറിയുമെന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ അൽഹംദുലില്ലാഹ് ഇഹ്റാമിന്റെ വസ്ത്രം അണിയുന്ന 2 വസ്ത്രമാണ്. മരിച്ച ആൾക്ക് നമ്മൾ എത്ര വസ്ത്രമാണ് കൊടുക്കുക? മരിച്ച ആളിന് 3 വസ്ത്രങ്ങൾ അണിയിക്കുമ്പോൾ ഒരു ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരു ഹാജിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ എണ്ണം 2ആണ്. 2 വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അൽഹംദുലില്ലാഹ് ഹറമിലേക്ക് പോകേണ്ടത്. എന്തിനു വേണ്ടിയാണ്? അള്ളാഹു പറയാണ്, നിങ്ങളൊരു ഫക്കീറിനെ പോലെ അല്ല, ഒരു മിസ്കീനെ പോലെ അല്ല, ഒരു യാചകനെ പോലെ അല്ല, ഒരു അടിമയെ പോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണമെന്നാണ്. ഒരു അടിമയെ പോലെ. നീ ഉടമസ്ഥനാണ്, ഞാൻ വെറും ഒരു അടിമ മാത്രമാണ്. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവെ ഒരു ഉടുത്തുണിയും ഒരു മേൽമുണ്ടുമല്ലാതെ മറ്റൊന്നുമില്ല എൻ്റെ കയ്യിലെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള പരിപൂർണമായ അടിമത്വം അംഗീകരിച്ചുകൊണ്ടായിരിക്കണം പരിശുദ്ധമായ ഭവനത്തിലേക്ക് യാത്ര ചെയ്യണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. എല്ലാം ഉപേക്ഷിക്കണം.
അള്ളാഹു എല്ലാം നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചു. എൻ്റെ സമ്പത്ത് ഞാനിതാ നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചു, എൻ്റെ അധികാരം നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചു, എൻ്റെ പദവി നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചു. ഒരു ഉടുതുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് നിന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ, ഒരു അൽഹംദുലില്ലാഹ് ഉംറക്കാരൻ, ഒരു ഹാജിയാണ് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം പരിശുദ്ധമായ ഹറമിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വലിയൊരു ഒരുക്കത്തോട് മാനസികമായൊരു ശുദ്ധി നമ്മൾ വരുത്തണം. മാനസികമായൊരു ശുദ്ധി അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മൾക്ക് അൽഹംദുലില്ലാഹ് മക്കയിലേക്കുള്ള യാത്ര അൽഹംദുലില്ലാഹ് നമുക്ക് ആരംഭിക്കാം. അള്ളാഹു അതിനുള്ള തൗഫീഖും ഭാഗ്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മൾ റെസ്റ്റ് തരികയാണ്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് വീണ്ടും മക്കയും മദീനയുമായുള്ള ആ ബന്ധം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നിയത്തുകൾ പൂർത്തീകരിക്കാനും അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇരുന്നോ, ഇൻഷാ അല്ലാഹ് അവിടുത്തെ എങ്ങനെ കൊണ്ടുതരും. എല്ലാവരും എണിക്കണ്ട, ഇവിടെ തന്നെ ഇരുന്നോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചായ ഇവിടുത്തെ ഇപ്പം തന്നെ വരും. 10 മിനിറ്റാണ്. 10 കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ വീണ്ടും തുടങ്ങും. ഇൻഷാ അല്ലാഹ് 12:30 മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കും. അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ 3 ക്ലാസ്സുകളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ ആദ്യത്തെ ക്ലാസ് ഹജ്ജ് ഉംറ എന്തിനു വേണ്ടിയാണ്, ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ക്ലാസ് മക്കയും മദീനയും കഅബയും റൗളയും എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്താണ് അള്ളാഹു നമ്മെ ക്ഷണിച്ചത്. മൂന്നാമത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ലാസ്റ്റാണ് ഹജ്ജ് ഉംറ ഇത് എങ്ങനെ നിർവഹിക്കണം. അൽഹംദുലില്ലാഹ് ആ ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മൾ റമളാനിന് ശേഷമായിരിക്കും ഇൻഷാ അല്ലാഹ് ഉണ്ടാകുക. നിങ്ങൾ ഹജ്ജിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടുണ്ടാകും. ഗവൺമെൻറ്റിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും അൽഹംദുലില്ലാഹ് നിങ്ങൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് ഈ ക്ലാസ്സുകൾ കേൾക്കണം. എങ്കിൽ മാത്രമേ അൽഹംദുലില്ലാഹ് നമുക്ക് ഇതിനോടുള്ള എന്താണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഹജ്ജ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായി ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ കാണും. അതിൻ്റെ പ്രതിഫലം നമ്മൾ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞ സമയമേ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൽഹംദുലില്ലാഹ് നമ്മൾ സാധാരണഗതിയിൽ 3 ക്ലാസ്സാണ് ഉദ്ദേശിക്കാറ്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മക്കയും മദീനയും, അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെയും ഉംറയുടെയും അമലുകളും ഇൻഷാ അല്ലാഹ് പറയുന്ന രൂപത്തിലാണ്. ഇന്ന് നമ്മൾ ഹജ്ജിൻ്റെ ഹഖീഖത്ത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഹജ്ജ് നിർവഹിക്കുന്നതിൻ്റെ പ്രയോജനം എന്ത്, പ്രതിഫലം എന്ത്, എങ്ങനെ നിർവഹിക്കണം, ഈ കാര്യങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മൾ പരിശുദ്ധമായ മക്കയിലേക്ക് പോകുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ഇഹ്റാമിൻ്റെ വസ്ത്രമണിഞ്ഞുകൊണ്ടാണ് പോകാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. ഇഹ്റാമിൻ്റെ വസ്ത്രമണിയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധി വ്യക്തമാക്കുകയാണ്. ഇതോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ മാനസികമായ ശുദ്ധി അൽഹംദുലില്ലാഹ് നമുക്ക് ഉണ്ടായിരിക്കണം. മനസ്സ് മുഴുവൻ അള്ളാഹുവിലേക്ക് നമ്മൾ പരിപൂർണമായും സമർപ്പിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ അൽഹംദുലില്ലാഹ് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ എന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. നമ്മൾ സാധാരണഗതിയിൽ പറയും. എനിക്ക് ഹജ്ജിമാരോട് പ്രത്യേകം പറയാനുള്ളത്, ഇത് നിങ്ങൾ തെറ്റുകൂടാതെ പറയാൻ പഠിക്കണം ഇൻഷാ അല്ലാഹ്. തൽബിയത്ത്, ഒരു ആൾ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിനോ ഉംറയ്ക്കോ പോകുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന വാക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് തൽബിയത്തിൻ്റെ വാക്കുകളാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് തൽബിയത്തിൻ്റെ വാക്കുകളാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമായ നാവ് കൊണ്ട് നമുക്ക് പഠിപ്പിച്ചതാണ്. അർത്ഥം അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. ഇഹ്റാമിൽ പ്രവേശിച്ചു, നിയ്യത്ത് വെച്ചു, അൽഹംദുലില്ലാഹ് അതിനുശേഷം നമ്മൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഇതൊന്ന് പറഞ്ഞു നോക്കുക. അൽഹംദുലില്ലാഹ് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു, ഞാനൊരു അടിമയെ പോലെ എൻ്റെ റബ്ബിൻ്റെ സന്നിധിയിലേക്കുള്ളൊരു യാത്ര ആരംഭിക്കുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹു നീ വിളിച്ചു, നിൻ്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുകയാണ്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് ഞാൻ നിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നു, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. നമ്മളൊന്ന് അൽഹംദുലില്ലാഹ് അതൊന്ന് പറഞ്ഞു നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇഹ്റാമിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഈ വാക്കുകൾ എന്താണ്? മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ വരണം. അൽഹംദുലില്ലാഹ് ഞാനിതാ എൻ്റെ റബ്ബിനെ കാണാൻ വേണ്ടി, എൻ്റെ റബ്ബിൻ്റെ ഭവനം കാണാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വിശുദ്ധമായ കഅബ കണ്ടു, അതിൻ്റെ മുമ്പിലേക്ക് ഒന്ന് കയറി ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് തൽബിയത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ആകാശയാത്ര നടത്തി ജിദ്ദയിലിറങ്ങി മക്കയിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരവും അൽഹംദുലില്ലാഹ് ആ ചിന്തയും എത്ര വലുതായിരിക്കും. നമ്മൾ പറയുന്ന വാക്കുകൾ എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹു നിൻ്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുകയാണ്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, നിൻ്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പറയാണ് ഇന്നൽ ഹംദ, അള്ളാഹു എല്ലാ സ്തുതിയും നിനക്ക് മാത്രമാണ്. വന്നിഅമത, എല്ലാ നിഅമത്തുകളുടെയും ഉടമസ്ഥൻ അള്ളാഹു നീ മാത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, എനിക്ക് ഹജ്ജിന് പോകാനുള്ള എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, ശാരീരികമായും സാമ്പത്തികമായും എന്തെല്ലാം കഴിവുകൾ വേണോ അത് മുഴുവൻ നൽകിയവൻ അള്ളാഹു നീ മാത്രമാണ്. വന്നിഅമത ലക്, അള്ളാഹു നിന്നിൽ നിന്നാണ് ഈ നിഅമത്ത് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ലക വൽ മുൽക്ക്, മുഴുവൻ അധികാരവും ആധിപത്യവും അള്ളാഹു നിനക്ക് മാത്രമാണ്.
നീ എന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകത്തിലൊരു ശക്തിക്കും എന്നെ തടഞ്ഞു നിർത്താൻ സാധിക്കൂല. നീ കൊണ്ടുപോകണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഒരാൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കൂല. ലക്ക വൽ മുൽക്ക്, അള്ളാഹു മുഴുവൻ അധികാരവും ആധിപത്യവും നിനക്ക് മാത്രമാണ്. അല്ല, നറുക്കെടുപ്പിൽ വന്നു, പാസ്പോർട്ട് ഉണ്ട്, വിസ ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, പക്ഷെ അള്ളാഹ് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചില്ല എങ്കിൽ ഒരു മനുഷ്യൻ പോലും ആ വിശുദ്ധമായ കഅബയുടെ പരിസരത്തേക്ക് എത്തൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു, അവിടെ ആരെല്ലാം കേട്ടോ അവർ മാത്രമേ അൽഹംദുലില്ലാഹ് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എത്ര പ്രാവശ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളിക്ക് ലബ്ബൈക പറഞ്ഞോ, അത്രയും തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ കഅബയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, വിശുദ്ധമായ കഅബയിലേക്ക് എത്തുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് നമ്മളൊന്ന് പറഞ്ഞ് ഇത് പഠിക്കണം. നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് പറയണം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇനി നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? എന്തിനാണ് അല്ലാഹ് മക്കയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത്? ഇവിടെ തന്നെ ഹജ്ജ് നിർവഹിച്ചാൽ മതിയായിരുന്നില്ലേ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ആ കുടുംബത്തിൻ്റെയും ത്യാഗം പഠിക്കാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതം ഒന്ന് പഠിക്കണം, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതം ഒന്ന് പഠിക്കണം, ഹാജറ റളിയല്ലാഹു തആലയുടെ ജീവിതം ഒന്ന് പഠിക്കണം. അതിനുശേഷമായിരിക്കണം മക്കയിലേക്ക് പോകേണ്ടത്. സൗദി അറേബ്യയിലെ ഉലമാക്കൾ പറയും, നിങ്ങൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഹജ്ജും ഉംറയും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകും. മക്കയിൽ നിന്നും സംസമും മദീനയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ നിന്നും ഈത്തപ്പഴവും നിങ്ങളുടെ നാടുകളിലേക്ക് കൊണ്ടുപോകും. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനോടൊപ്പം നിങ്ങൾ കൊണ്ടുപോകേണ്ട ചില കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ എണ്ണിപ്പറയും. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കറകളഞ്ഞ വിശ്വാസം, ഹാജറ റളിയല്ലാഹു തആല അൻഹയുടെ തവക്കുൽ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ അനുസരണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മക്കയിൽ നിന്നും കൊണ്ടുപോകണം. മദീനയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും ശരീഅത്തുമായി നിങ്ങളുടെ നാടുകളിലേക്ക് നിങ്ങൾ തിരിച്ചു പോയാൽ മാത്രമേ നിങ്ങളുടെ ഹജ്ജ് കൊണ്ട് ഉംറ കൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എന്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം? ആ ജീവിതം അൽഹംദുലില്ലാഹ് മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരിശുദ്ധമായ തൗഹീദിന്റെ സ്ഥാപകരിൽ ഒരാളാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്ത് നമ്രൂദ് തീക്കുണ്ടം ഒരുക്കി. എത്ര വലിയ തീക്കുണ്ടമാണ്! ആകാശത്തുകൂടി പക്ഷികൾക്ക് പോലും പറന്നു പോകാൻ സാധിക്കാത്തത്രയും വലിയ ഭീകരമായ ഒരു തീക്കുണ്ടം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കരിച്ചു കളയാൻ വേണ്ടി നമ്രൂദ് രാജാവ് ഒരുക്കുകയാണ്. നാട്ടുകാർ മുഴുവനും ചേർന്ന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബവും ചേർന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കരിച്ചു കളയാൻ വേണ്ടി. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം എന്തായിരുന്നു? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു രോമത്തിന് പോലും പോറലേൽക്കാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തീക്കുണ്ടത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തുകയാണ്. ഈ ഒരു വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഞാനും നിങ്ങളും ഇൻഷാ അല്ലാഹ് മക്കയിലേക്ക് പോകേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പണിയാൻ പറഞ്ഞ കഅബയുടെ പരിസരത്താണ് ഞാനും നിങ്ങളും എത്തിച്ചേരുന്നതെന്ന് ആലോചിച്ച് നോക്കും. ആ കഅബയുടെ പരിസരത്തേക്ക് പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം പഠിക്കാതെ നമുക്ക് പോകാനും വേണ്ടി സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ കഅബയെ നിർമ്മിച്ചത് മലക്കുകളെ കൊണ്ടാണ്. ആദ്യമായി നിർമ്മിച്ചു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. വിശുദ്ധ കഅബയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ഭവനമാണ് ഈ വിശുദ്ധമായ കഅബ. ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ആദം നബി അലൈഹി സ്വലാം മുതൽ അൽഹംദുലില്ലാഹ് ആരാധനയ്ക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആ ഭവനമാണ് പരിശുദ്ധമായ കഅബ. അവിടേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ചത്. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കഅബയുടെ പരിസരത്ത് ഞാൻ നിങ്ങൾക്ക് നൽകും. എന്താണ് 2 കാര്യങ്ങൾ? മുബാറക്കൻ ഹുദൻ, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ബറക്കാത്തുകളും അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഹുദ സന്മാർഗവും അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇത് രണ്ടും അള്ളാഹ് നമുക്ക് നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ ഭവനത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുകൾ നൽകും. നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഉലമാക്കൾ പറയും, അള്ളാഹ് തരാന്ന് പറഞ്ഞത് മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. പക്ഷെ എന്തുകൊണ്ടാണ് ഹജ്ജും ഉംറയും നിർവഹിച്ച ആളുകൾക്ക് ഇത് കാണുന്നില്ല എന്ന് നമ്മൾ ചോദിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, ഒരു മനുഷ്യൻ കഅബയെ തൊട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ ദാരിദ്ര്യം ബാധിക്കൂലെന്ന്. പക്ഷെ തൊടേണ്ട പോലെ തൊടണം, വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചും കൊണ്ട് തൊടണം. നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ദാരിദ്ര്യം ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു ബറക്കത്ത് നൽകാന്നുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ, മുഴുവൻ ലോകത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകാമെന്ന് പറഞ്ഞു. ഉലമാക്കൾ പറയും, ഒരു ഉദാഹരണം പറയും. ഒരു രാജാവ് വിളംബരം ചെയ്യാണ്. രാജകൊട്ടാരത്തിലേക്ക് പാത്രവുമായി വരുന്ന മുഴുവൻ ആളുകൾക്കും ഇൻഷാ അല്ലാഹ് ഞാനിതാ നിങ്ങൾക്ക് പാല് നൽകാമെന്ന് രാജാവ് വിളംബരം ചെയ്തു. ആളുകൾ കേട്ട മാത്രയിൽ പാത്രവുമായി രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അല്ല, പാല് വാങ്ങി വീട്ടിലെത്തി നോക്കുമ്പോൾ പാലില്ല. ഓട്ടപാത്രം കൊണ്ടാണ് പോയത്. ചോർന്നു പോയിരിക്കുന്നു മുഴുവൻ പാലുകൾ.
ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ അള്ളാഹു നൽകി. പക്ഷെ നമ്മൾ നാടുകളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഓട്ടയായ ഹൃദയം കൊണ്ട് നമ്മൾ പോയത് കൊണ്ടാണ്. ഹൃദയത്തിൽ നമ്മൾ ഈമാൻ നിറച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളുമായി നമ്മുടെ നാടുകളിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കറകളഞ്ഞ തൗഹീദ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടത്തിലേക്ക് എറിയുകയാണ്. മലക്കുകൾ വന്നു, ആകാശലോകത്ത് മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ഖലീലായ ഒരു പ്രവാചകനെ ധിക്കാരിയായ ഒരു രാജാവ് തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുകയാണ്. മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നു, ഇബ്രാഹിം എന്ത് സഹായമാണ് വേണ്ടത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ഈ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിനക്ക് എന്ത് സഹായമാണ് ഇബ്രാഹിമെ വേണ്ടത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട, ഫല, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ നിഅമൻ നസീർ. എന്നെ സഹായിക്കാൻ അള്ളാഹു മതിയായവനാണ്, അവൻ എന്നെ സഹായിക്കുക തന്നെ ചെയ്യും. ഈ വാക്ക് അള്ളാഹു ആകാശലോകത്ത് വെച്ച് കേൾക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് തീയോട് പറയാണ്, തീയോട് പറയാണ്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയെ, എൻ്റെ ഇബ്രാഹിമിന് നീ എന്താകണം? കൂനു ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. എൻ്റെ ഇബ്രാഹിമിന്റെ മേൽ തീ തണുപ്പും രക്ഷയുമാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീയോട് കൽപ്പിക്കുകയാണ്. ആ ആളിക്കത്തുന്ന തീ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തണുപ്പും രക്ഷയുമാവുകയാണ്. എയർ കണ്ടീഷനിൽ കടന്ന പോലെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീക്കുണ്ടത്തിൽ കടന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംരക്ഷിച്ചു. അല്ലേ, അള്ളാഹുവിന് മലക്കുകളെ അയക്കാമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒന്ന് പിടിക്കാൻ വേണ്ടി. അള്ളാഹ് മലക്കുകളെ അയച്ചില്ല. അള്ളാഹുവിന് മഴ പെയ്യിക്കാമായിരുന്നു നമ്രൂദിന്റെ ആ തീക്കുണ്ടൊന്ന് കിടത്താൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിച്ചില്ല. വലിയൊരു കാറ്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കാമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ തീക്കുണ്ടത്തിൽ നിന്ന് പറത്തിക്കളയാൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തില്ല. അള്ളാഹ് എന്താ ചെയ്തത്? അള്ളാഹു നേരിട്ട് അൽഹംദുലില്ലാഹ് തീയോട് കൽപ്പിക്കുകയാണ്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയെ, എൻ്റെ ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയുമാകണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ ഒരു വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഞാനും നിങ്ങളും അൽഹംദുലില്ലാഹ് ഹജ്ജിന് വേണ്ടി പോകേണ്ടത്. എന്ത് പ്രയാസത്തിന്റെ ഘട്ടങ്ങളിലും അള്ളാഹുവിലേക്ക് കൈയുയർത്തി ദുആ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ റബ്ബ് എന്നെ സഹായിക്കുന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം അൽഹംദുലില്ലാഹ് മക്കയിലേക്ക് പോകേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും അൽഹംദുലില്ലാഹ് അത് അറിയാത്ത രൂപത്തിൽ അൽഹംദുലില്ലാഹ് നമ്മൾ മക്കയിലേക്ക് പോയതുകൊണ്ട് പ്രയോജനമില്ല. ഇന്നു മുതൽ അൽഹംദുലില്ലാഹ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ മില്ലത്തിന് വേണ്ടി ചോദിക്കണം. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താണ് ഞാനും നിങ്ങളും. ഓരോ ദിവസവും അറിയാതെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് 20 പ്രാവശ്യം പറയുന്നുണ്ട്. ആ ഒരു മില്ലത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കൂ. അല്ലെ, അത്തഹിയ്യാത്തിന്റെ അവസാനത്തെ അത്തഹിയ്യാത്തിലെ അവസാന 4 പ്രാവശ്യം നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പറയും. കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. 4 പ്രാവശ്യം പറഞ്ഞു. 5 നിസ്കാരത്തിൽ 20 പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ ചരിത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംരക്ഷിച്ചതുപോലെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ മക്കയിലേക്ക് പോകേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസം. രണ്ടാമതായി വേണ്ടത് ഹാജറ റളിയല്ലാഹു തആല അൻഹയുടെ ആ തവക്കുലാണ്. ഉറപ്പുമാണ്. ഹാജറ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുലേക്ക് ബരമേൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജറ റളിയല്ലാഹു തആല അൻഹയെ സഹായിച്ചു. ആ ചരിത്രം നമ്മൾ പഠിക്കണം. അല്ലെ, ഒരു കൈക്കുഞ്ഞുമായി ഹാജറ റളിയല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ യാത്ര ചെയ്യാണ്. 52 ദിവസം മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞാണ്. നമ്മൾ ആലോചിച്ച് നോക്കും. 52 ദിവസം മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഹാജറ റളിയല്ലാഹു തആലയും അല്ലെ മക്കയിലേക്ക് എത്തുകയാണ്. മക്കയിലെത്തി വാഹനത്തിൽ നിന്നും അവരെ ഇറക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോവാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, ഒരു ഭർത്താവ് ഒരു ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ എത്രമാത്രം വലിയ സങ്കടം ഉണ്ടാവും. സങ്കടത്തോടു കൂടി ഹാജറ ചോദിച്ചു പോയി തൻ്റെ ഭർത്താവിനോട്, അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്, ഈ മരുഭൂമിയിൽ, ആരോരുമില്ലാത്ത ഈ മരുഭൂമിയിൽ, ഒരു തുള്ളി വെള്ളത്തിന് പോലും സാഹചര്യമില്ലാത്ത ഈ മരുഭൂമിയിൽ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഈ മരുഭൂമിയിൽ എന്നെയും ഈ പിഞ്ചു കുഞ്ഞിനെയും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുകയാണോ? ഹാജറ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടിയില്ല. രണ്ടാമത് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടിയില്ല. മൂന്നാമത്തെ ചോദ്യത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തല കൊണ്ട് പറഞ്ഞു, അതെ, അല്ല, മൂന്നാമത് ചോദിച്ചെന്താണ്? അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണോ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം തല കൊണ്ട് പറഞ്ഞു, അതെ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ്. ഹാജറ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കെന്താണ്? എന്നാൽ ഞങ്ങൾക്ക് അള്ളാഹു മതി, എന്നാൽ ഞങ്ങൾക്ക് അള്ളാഹു മതി. അള്ളാഹുവിൽ പരിപൂർണമായും ഹാജറ റളിയല്ലാഹു തആല ബരമേൽപ്പിച്ച്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഒരു ഉമ്മയെയും ഒരു പിഞ്ചു കുഞ്ഞിനെയും, 52 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും അവരുടെ ഉമ്മയെയും ഒരു മരുഭൂമിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോകുമ്പോൾ മഹദിയായ ഹാജറ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞു. ഹാജറ റളിയല്ലാഹു തആലയുടെ വാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്തു. ഹാജറ റളിയല്ലാഹു തആല അള്ളാഹു 2 സമ്മാനം കൊടുത്തെന്നാണ് ഉലമാക്കൾ പറയുന്നത്. 2 സമ്മാനങ്ങൾ കൊടുത്തു. ഒന്നാമത്തെ സമ്മാനം, 2 സമ്മാനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന 2 സമ്മാനങ്ങളാണ് ഹാജറ റളിയല്ലാഹു തആല കൊടുത്തത്. ആ മരുഭൂമിയിലേക്ക് ഹാജറ റളിയല്ലാഹു തആല നോക്കി.
ഞാനും എൻ്റെ പിഞ്ചുമോനും ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഈ മരുഭൂമിയിൽ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഈ മരുഭൂമിയിൽ, ഒരാൾ പോലും കൂട്ടിനില്ലാത്ത ഈ മരുഭൂമിയിൽ ഞാനും പിഞ്ചു കുഞ്ഞിയും ഒറ്റക്ക് അള്ളാഹുവിന്റെ തണലിൽ ജീവിക്കുമെന്ന് ഹാജറ റളിയല്ലാഹു തആല അൻഹ ശപഥം ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാജറ റളിയല്ലാഹു തആല 2 സമ്മാനങ്ങൾ കൊടുത്തു. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലിനടിയിൽ നിന്നും ലോകത്തിന്റെ മുഴുവൻ ദാഹം മാറ്റാനുള്ള സംസമിന്റെ ഉണർവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തു. 2 ഹാജറ റളിയല്ലാഹു തആല അൻഹ സഫയിൽ നിന്ന് മറവയിലേക്ക് നടന്നതുപോലെ നടക്കാനുള്ള ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് കൊടുത്തു. അവരുടെ ഹജ്ജും ഉംറയും കബൂലാകണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയ സമ്മാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. ഹാജറ റളിയല്ലാഹു തആല ആലോചിച്ച് നോക്കി, അല്ല ഒരു പിഞ്ചു കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളത്തിനാണ് ചോദിച്ചത്. എൻ്റെ പിഞ്ചു കുഞ്ഞിന് ദാഹം മാറ്റാൻ വേണ്ടിയുള്ള അല്പം വെള്ളത്തിന് വേണ്ടി ഹാജറ റളിയല്ലാഹു തആല അള്ളാഹുവിനോട് ചോദിച്ചു. സഫയിലേക്ക് പോയി, സഫയിലൊന്നും കാണുന്നില്ല. മറുവയിലേക്ക് വന്നു, മറുവയിലൊന്നും കാണുന്നില്ല. സഫയിൽ നിന്ന് മറുവയിലേക്കും, മറുവയിൽ നിന്ന് സഫയിലേക്കും ഹാജറ റളിയല്ലാഹു തആല സഅയ് ചെയ്തു ഓടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജറ റളിയല്ലാഹു തആല ഓടി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലിനടിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം ഒഴുക്കി കൊടുത്തു. ഹാജറ റളിയല്ലാഹു തആല വന്നു കല്ല് വെച്ച് അതിനെ കെട്ടി സംസം അടങ്ങു വെള്ളമേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പൊന്നാര മാതാവ് എന്നാനും അന്ന് അടങ്ങു എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലോകം മുഴുവനും സംസം വ്യാപിക്കുമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസംസം ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത മരുഭൂമിയിൽ ലോകത്തിന്റെ മുഴുവൻ ദാഹം മാറ്റാൻ മാത്രമുള്ള ആ സംസമിന്റെ ഉറവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കാലിനടിയിൽ നിന്ന് മുറക്കി കൊടുക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, എത്ര വലിയ വെള്ളമാണ്, എത്ര വലിയ ശ്രേഷ്ഠമായ വെള്ളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഹ്റാജിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സ്വർഗീയമായ മുഴുവൻ വസ്തുക്കളും ജിബ്രീൽ അലൈഹി സ്വലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാഴ്ചവെച്ചു. സ്വർഗീയമായ വാഹനങ്ങൾ കൊണ്ടുവന്നു, സ്വർഗീയമായ പാത്രങ്ങൾ കൊണ്ടുവന്നു, പക്ഷെ സ്വർഗീയമായ വെള്ളം കൊണ്ടുവന്നില്ല. സംസമുകൾ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര ചെയ്യാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം അനുവദിച്ചത്. ആലോചിച്ച് നോക്കൂ, സ്വർഗീയമായ വെള്ളം കൊണ്ടുവരുന്നതിന് പകരം സംസമാകുന്ന സ്വർഗീയമായ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ച് അള്ളാഹുവിന്റെ അടിമകൾക്ക് കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, മാ സംസം ലിമശുരിബ ലഹു, എന്തിനു വേണ്ടി നിങ്ങൾ കുടിക്കുന്നോ ആ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരും. സംസം വെള്ളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മാഉ സംസം ഖൈറുൽ മാഇ ലി വജ്ഹിൽ അർദ്, ഭൂമിന്റെ ഉപരിതലത്തിൽ വെച്ച് കിട്ടുന്ന വെള്ളത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അത് സംസം വെള്ളമാണെന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് കിട്ടുന്ന വെള്ളത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അത് സംസം വെള്ളമാണ്. ഈ സംസം ഒരുക്കി കൊടുത്ത് എന്തിന്റെ പേരിലായിരുന്നു? ഹാജറ റളിയല്ലാഹു തആലയുടെ തവക്കുലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്മാനമാണ്. മൂന്നാമത്തത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതമാണ്. ഇത് പഠിക്കാതെ നിങ്ങൾ മക്കയിലേക്ക് പോകരുത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ അനുസരണമായിട്ടായിരിക്കണം മക്കയിൽ നിന്ന് മടങ്ങേണ്ടത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ അനുസരണം എങ്ങനെയുള്ള അനുസരണമായിരുന്നു? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഹാജറ റളിയല്ലാഹു തആലയെ ഉപേക്ഷിച്ചു കൊണ്ടുപോയി 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം സന്തോഷിച്ചു. എൻ്റെ സ്നേഹവും ലാളനയും വാത്സല്യവും അനുഭവിക്കാത്ത എൻ്റെ പിതാവ് മക്കയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം സന്തോഷിച്ചു തൻ്റെ പിതാവിനെ കാണാൻ വേണ്ടി. പക്ഷെ പിതാവ് വന്നത് സന്തോഷിക്കാൻ വേണ്ടിയല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തനിക്ക് ലഭിച്ച തൻ്റെ മോൻ ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശത്തോടു കൂടിയാണ്, ദബീഹുല്ലാ ഇസ്മായിലിനെ ബലിയർപ്പിക്കാനുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കടന്നു വന്നത്. പക്ഷേ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ആഗ്രഹിച്ചത് എന്തായിരുന്നു? പിതാവിന്റെ സ്നേഹവും ലാളനയും വാത്സല്യവും ആഗ്രഹിച്ച ഇസ്മായിലിനോട് ആ ഉപ്പ പറഞ്ഞ വാക്കെന്താണ്? ഉമ്മാനോട് പറഞ്ഞു, ഹാജറ റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്ന ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഇസ്മായിലിനെ ബലിയർപ്പിക്കണം. നീ എന്ത് പറയുന്നു? അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പ്രിയപ്പെട്ട ഭാര്യ ഹാജറ പറഞ്ഞു, കൂട്ടിക്കൊണ്ടുപോയിക്കോ. കത്തിയും കയറും എടുത്തു കൊടുത്തു. മോനെ അൽഹംദുലില്ലാഹ് മിനയിലേക്ക് കൊണ്ടുപോവുകയാണ്. കത്തിയും കയറും പിടിച്ചുകൊണ്ട് മോനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ച ചോദ്യം അള്ളാഹ് പറഞ്ഞു. അള്ളാഹ് പറഞ്ഞ വാക്ക് എന്താണ്? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. ഒരു ഉപ്പ മോനോട് ചോദിക്കുകയാണ്, യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ, എൻ്റെ പൊന്നു ഇസ്മായിലെ. ആ മോനോട് ഉപ്പ ചോദിക്കുന്ന ചോദ്യം എന്താണ്? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്താണ് സ്വപ്നം? നിന്നെ അറുക്കാൻ വേണ്ടി ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നത്. ഫൻദുർ മാദാ തറാ, സ്വപ്നത്തെക്കുറിച്ച് നീ എന്ത് പറയുന്നു? നമ്മളെ മക്കളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചത്. ഈ സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹ് ആ ഇസ്മായിൽ എന്ന മോന് ലോകത്തെ ഏറ്റവും അനുസരണയുള്ളൊരു കുട്ടിയാണ്. അള്ളാഹു നമ്മളെ മക്കളെ ഇസ്മായിലിനെ പോലെ ആക്കി തീർക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴികളായി അള്ളാഹു നമ്മുടെ മക്കളെ അൽഹംദുലില്ലാഹ് കബൂൽ ചെയ്യുമാറാകട്ടെ. നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്ന മക്കളെ അള്ളാഹു നമുക്ക് നൽകാതിരിക്കുമാറാകട്ടെ. ആലോചിച്ച് നോക്കാം, ഇസ്മായിൽ എന്താ പറഞ്ഞത്? ഇസ്മായിലിനോട് ചോദിച്ചു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. നിന്നെ അറുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞിരിക്കുകയാണ്. എന്ത് നീ പറയുന്നു? ഫൻദുർ മാദാ തറാ. എന്താ മോൻ പറഞ്ഞ വാക്കെന്താണ്? അതേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖാല, അവൻ പറഞ്ഞു, യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ.
യാ അബത്തി ഫഅൽ മാ തുഅ്മർ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, യാ അബത്തി ഫഅൽ മാ തുഅ്മർ, നിങ്ങളോട് അല്ലാഹ് എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ അത് ചെയ്യും. എന്നെ അറുക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോ, ഞാൻ ഓടിപ്പോവില്ല, ഞാൻ കുറ്റപ്പെടുത്തൂല, ഞാൻ അറുക്കാൻ വേണ്ടി കടന്നു തരാമെന്ന് മോൻ പറയാണ്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, സാബിരീങ്ങളുടെ കൂട്ടത്തിൽ, ക്ഷമയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അൽഹംദുലില്ലാഹ് ഉപ്പാനോട് പറഞ്ഞ ആ രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും സഹോദരന്മാർ. ഇത് പഠിക്കാതെ നമ്മൾ മക്കയിലേക്ക് പോയത് കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? ഇത് പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കറകളഞ്ഞ വിശ്വാസം പഠിച്ചുകൊണ്ട്, ഹാജറ റളിയല്ലാഹു തആലയുടെ തവക്കുൽ പഠിച്ചുകൊണ്ട്, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ അനുസരണം പഠിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് മക്കയിലേക്ക് പോകേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു ഹാജിയുടെ സിഫാത്തോടു കൂടി, ഗുണങ്ങളോട് കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, പരിശുദ്ധമായ കാബയുടെ പരിസരത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആ കാബ് ഒന്ന് കാണുകയാണ്. കാബ കാണുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു മക്കയിലേക്ക് കൊണ്ടുവന്നതുപോലെ നീ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അള്ളാഹു കാബ കാണുന്നത് പോലെ അള്ളാഹു നിന്നെ കാണാനുള്ള തൗഫീഖ് എനിക്ക് നൽകണം. സംസം വെള്ളം കുടിക്കുന്നത് പോലെ നിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്നും ഹൗദൽ കൗസർ കുടിക്കാനുള്ള തൗഫീഖ്, ഭാഗ്യം അള്ളാഹു നീ എനിക്ക് നൽകണം. ഇതാണ് അൽഹംദുലില്ലാഹ് നമ്മളുടെ ജീവിതത്തിന്റെ താല്പര്യം. ഇതാണ്, വെറുതെ അല്ല. അള്ളാഹു മക്കയിലേക്ക് നീ എന്നെ കൊണ്ടുവന്നു, അള്ളാഹ് കൊണ്ടുവന്നതാണ്. എനിക്ക് പോകണമെങ്കിൽ ഞാൻ ദുബൈയിലേക്ക് പോകുമായിരുന്നു, ബോംബെയിലേക്ക് പോകുമായിരുന്നു, സിംഗപ്പൂരിലേക്ക് പോകുമായിരുന്നു, അമേരിക്കയിലേക്ക് പോകുമായിരുന്നു. ഇല്ല, നീ എന്നെ വിളിച്ചു, നീ എന്നെ വിളിച്ചു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിക്കൊണ്ട് ഇതാ വന്നു, നീ എന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് അള്ളാഹു നീ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം? നീ മക്കയിലേക്ക് കൊണ്ടുവന്നു. അള്ളാഹു നീ എന്നെ സ്വർഗത്തിലേക്കൊന്ന് കൊണ്ടുപോകണം. നിന്റെ ഭവനം ഞാനൊന്ന് കണ്ടു. അള്ളാഹു ഈ കണ്ണുകൾ കൊണ്ട് നിന്നെ കാണാനുള്ള തൗഫീഖും ഭാഗ്യവും എനിക്ക് നൽകണം. നിന്റെ സംസം ഒന്ന് ഞാൻ കുടിച്ചു. അള്ളാഹു നിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്നും ഹൗദൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നീ എനിക്ക് നൽകണം. ഇതിനു വേണ്ടിയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ആ മക്കയിലേക്ക് പോകേണ്ടത്, മറ്റൊന്നിനു വേണ്ടിയല്ല. നമ്മൾ ആ കാബയിലേക്കൊന്ന് കാണുമ്പോൾ നമ്മളൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കും. കാബ കാണുമ്പോൾ നമ്മൾ പറയണം, എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക വൽ ഹറമ ഹറമുക വൽ അംന അംനുക വൽ അബ്ദ അബ്ദുക വഅന അബ്ദുക വഇബ്ന അബ്ദിക അല്ലാഹുമ്മ ഇന്ന ഹാദൽ മഖാമ അൽ ആയിദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. നമ്മൾ ഇതിൽ പറയുമ്പോൾ, ആ കാബ കണ്ടിട്ട് ഇതിൽ പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ആ കറുത്ത മൂടുപടം അണിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ആ കാബയെ ഒന്ന് കാണുമ്പോഴുണ്ടാകുന്ന വികാരം നമ്മളൊന്ന് ആലോചിച്ചു. ഉലമാക്കൾ പറയും, നിങ്ങൾ വെറുതെ ഇങ്ങനെ കാബയിലേക്കല്ല പോകേണ്ടത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്? നിങ്ങൾ ആ കാബയുമായുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലെ, നമ്മളെപ്പോഴാണ് നിസ്കരിക്കാൻ തുടങ്ങിയത്? നമ്മുടെ ഉമ്മ ഒന്ന് നിസ്കാരപ്പായിൽ നിന്നുകൊണ്ട് നിസ്കാരത്തിന്റെ കുപ്പായം ഇട്ട് ആ നിസ്കാരത്തിലേക്ക് ഒന്ന് കൈ കിട്ടുമ്പോൾ നമ്മൾ മോനും നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ നിസ്കാരത്തിന്റെ പായൽ നിന്ന് നമ്മൾ ഇരുന്ന് ആ ഉമ്മാന്റെ കൂടെ നിസ്കരിച്ച ആ നിസ്കാരത്തിലേക്ക് ആദ്യമായി തിരിഞ്ഞുന്നത് ഈ കാബയിലേക്കാണ്. ഈ കാബയിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ് നമ്മൾ നിസ്കരിച്ചത്. ആ കാബ കാണാൻ വേണ്ടി പോവുകയാണ്, വെറുതെ അല്ല, ആ കാബ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരാൾ സുന്നത്തായ രൂപത്തിൽ ഉറങ്ങുന്നുവെങ്കിൽ എങ്ങനെയാണ് ഉറങ്ങേണ്ടത്? വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് ആ കാബയിലേക്ക് മുഖം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സുന്നത്തായ രൂപത്തിൽ ഉറങ്ങേണ്ടത്. ആ കാബ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് എങ്ങനെയാണ് വെക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മുഖം ആ കാബയിലേക്ക് തിരിച്ചു കൊണ്ടുവെക്കും. വലിയൊരു ബന്ധമാണ് കാബയും നമ്മളും തമ്മിലുള്ള ബന്ധം. ആ കാബ നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടി പോവുകയാണ്. വലിയൊരു വികാരത്തോടു കൂടിയായിരിക്കണം കാബ കാണാൻ വേണ്ടി പോകുന്നത്. ഉലമാക്കൾ എഴുതി വെച്ചു, നിങ്ങൾ എങ്ങനെയാണ് കാബ കാണേണ്ടത്. ഉലമാക്കൾ എഴുതി വെച്ചു, നിങ്ങൾ എങ്ങനെയാണ് കാബ കാണേണ്ടത്. അല്ലെ, ചെറുപ്രായത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു കുഞ്ഞിനെ തിരിച്ചു കിട്ടുമ്പോഴും ഉമ്മാക്കുണ്ടാകുന്ന സന്തോഷം വിശുദ്ധമായ കാബ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകണം. നഷ്ടപ്പെട്ടു പോയൊരു കുഞ്ഞിനെ തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2 വയസ്സിലൊരു കുഞ്ഞിനെ കാണാണ്ടായിപ്പോയി. ഒരു 10 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കിട്ടുമ്പോൾ ആ അമ്മാക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും. സ്നേഹത്തോടു കൂടി ആശ്ലേഷിക്കുന്ന ആ മകനോടുള്ള സന്തോഷവും സ്നേഹവും. അല്ലെ, ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ ഉമ്മയുടെ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് ഞാൻ തിരിഞ്ഞു നിന്ന് ആ കാബ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ മുഖം തിരിച്ചു വെച്ച ആ കാബ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മരിച്ചാലും എൻ്റെ മുഖം തിരിച്ചു വെക്കുന്ന ആ കാബ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടി പോവുകയാണുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടിയായിരിക്കണം ആ വിശുദ്ധമായ കാബ നമ്മൾ കാണാൻ വേണ്ടി പോകേണ്ടത്. അങ്ങനെ കാണുമ്പോഴാണ് ആ കാബയും നമ്മൾ തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്നിട്ട് ആ കാബ കണ്ടിട്ട് നമ്മൾ അവിടെ അള്ളാഹുവിനോട് പറയുന്ന വാക്കെന്താണ്? ആ കാബയെ കണ്ടു അൽഹംദുലില്ലാഹ് നമ്മൾ അള്ളാഹുവിനോട് പറയും, അല്ലെ, അള്ളാഹുവിനോട് നമ്മൾ അൽഹംദുലില്ലാഹ് കാബൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ ഒന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ആളുകളും അൽഹംദുലില്ലാഹ് ഉലമാക്കൾ പറയും, നിങ്ങൾ മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയം കൊണ്ടൊന്ന് കാബയെ തവാഫ് ചെയ്യണം. നിങ്ങൾ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയം കൊണ്ടൊന്ന് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയണം. നിങ്ങൾ അറഫയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് അറഫയിൽ നിൽക്കണം. നിങ്ങൾ മദീനയിൽ രാപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് ഒരു മുസ്ദലിഫിൽ ഒന്ന് രാപ്പാർക്കണം. നിങ്ങൾ ജംറകളിൽ കല്ലെറിയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഹൃദയം കൊണ്ടൊന്ന് ആ ജംറകളിൽ നിന്ന് കല്ലെറിഞ്ഞ് നോക്കണം.
വലിയൊരു വൈകാരികമായൊരു ബന്ധമുണ്ടാക്കി എടുത്തതിന് ശേഷമായിരിക്കണം അൽഹംദുലില്ലാഹ് നിങ്ങൾ ആ മക്കയിലേക്ക് പോകേണ്ടത്. അങ്ങനെ ഒരു വികാരത്തോടു കൂടി മക്കയുടെ മുമ്പിലേക്കെത്തി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കയ്യേർത്തുമ്പോഴേക്കും കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി വീണ് മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുന്നതാണ്. മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബയുടെ പരിസരത്തേക്ക് വന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബയുടെ പരിസരത്തേക്ക് വന്നു. കണ്ണു നിറഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ, അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ, കണ്ണുനീരൊഴുകേണ്ട സ്ഥലമാണിതെന്ന് പറഞ്ഞു. പാപങ്ങൾ പൊറുക്കാനുള്ള കണ്ണുനീരൊഴുക്കേണ്ട സ്ഥലമാണിതെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവോട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ കഅബയുടെ പരിസരത്ത് വെച്ച് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മളെ കവിളിലൂടെ ഒഴുകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞു. എന്നിട്ട് ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞു. ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നും ഒരു കണ്ണുനീർത്തുള്ളി വന്നു. ആ കണ്ണുനീർത്തുള്ളിയുടെ വലിപ്പം ഒരു ഈച്ചയുടെ തലയോളം വലിപ്പമുണ്ടെങ്കിൽ, ഒരു ഈച്ചയുടെ തലയോളം വലിപ്പമുണ്ടെങ്കിൽ ആ മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നത് കറന്ന പാൽ അകിടിലേക്ക് പോകുന്നത് പോലെ പ്രയാസമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യന്മാർ കരഞ്ഞു. ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർത്തുള്ളി വന്നു. ആ കണ്ണുനീർത്തുള്ളി ഒരു ഈച്ചയുടെ തലയില്ല, ഒരു ഈച്ചയുടെ വലിപ്പമില്ല, ഒരു ഈച്ചയുടെ തലയോളം മാത്രം വലിപ്പമുള്ള ഒരു കണ്ണുനീർത്തുള്ളിയാണെങ്കിൽ, ഒരു ഈച്ചയുടെ തലയോളം വലിപ്പമുള്ള ഒരു കണ്ണുനീർത്തുള്ളി കണ്ണുനീറാണ് കവിളിലൂടെ ഒഴുകിയതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും. അവനെ നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് കറന്ന പാൽ അകിടിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ പ്രയാസമാണ്. അല്ലാഹു നമ്മളെല്ലാവരും നരകത്തിന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഈ ഹദീസ് നമ്മളെ വൈസ്രോ ഹോട്ടലിൻ്റെ മുതലാളി നമ്മളെ അസുച്ചാനോട് പറഞ്ഞു. പണ്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ്, അദ്ദേഹം ഏകദേശം മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ആ ഹദീസ് ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തണമെന്ന് പറഞ്ഞു. എന്നോട് മക്കയിൽ വെച്ച് പറഞ്ഞ ഹദീസ് ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരാളുടെ കണ്ണ് കരഞ്ഞു, ആ കണ്ണുനീർത്തുള്ളി ഒരു ഈച്ചയുടെ തലയോളം മാത്രം വലിപ്പമുള്ള ഒരു കണ്ണുനീർത്തുള്ളിയാണെങ്കിൽ ആ മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നത് കറന്ന പാല് അകിടിലേക്ക് പോകുന്ന പോലെ പ്രയാസമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മയും നരകത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാധാരണ നമ്മൾ ഒരു തുള്ളി കണ്ണുനീർ ഒഴിക്കേണ്ട സ്ഥലമാണ്. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വിശുദ്ധമായ കഅബയുടെ പരിസരത്ത് അറഫയുടെ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കരിച്ചു കളയുന്നതാണ്. 2 തുള്ളികൾ നരകത്തിന്റെ ആളിക്കത്തുന്ന തീയെ പോലും കരിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത് ഒരു രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിറ്റുവീഴുന്ന രക്തത്തുള്ളിയാണെങ്കിൽ, രണ്ടാമത്തേത് ഒരു സത്യവിശ്വാസിയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ തുള്ളികളാണ്. ഇപ്പൊ തന്നെ നമ്മൾ പഠിക്കണം. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരയാനും, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിലേക്കൊന്ന് ചെന്നു ചേരാനും നമ്മളൊന്ന് പഠിക്കണം. അതിനുള്ളൊരു അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇപ്പോഴേ തരുന്നത്. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് തന്നെ അൽഹംദുലില്ലാഹ് പാപങ്ങൾ മാപ്പാക്കിക്കൊണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട്, ഹാജറ റളിയല്ലാഹു തആലയുടെ ജീവിതവും ദൗത്യവും മനസ്സിലാക്കിക്കൊണ്ട്, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ആ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രയോജനവും പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. വിശുദ്ധമായ കഅബയുടെ പരിസരത്തെത്തി അൽഹംദുലില്ലാഹ് കഅബയെ നോക്കിക്കൊണ്ട് പറയാണ്, അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈത്ത്, അല്ലാഹു യഥാർത്ഥമായ വീട് ഈ വീടാണ്. വൽ ഹറമ ഹറമുക്, യഥാർത്ഥമായ ഹറം അല്ലാഹു നിന്റെ ഈ ഹറമു മാത്രമാണ്. വൽ അംന അംനുക്, യഥാർത്ഥമായ നിർഭയത്വം അല്ലാഹു നീ നൽകുന്ന ഈ നിർഭയത്വം മാത്രമാണ്. അല്ലേ, ഫദ്ഖുലൂഹാ ബി, നിങ്ങൾ നിർഭയത്വത്തോടു കൂടി അൽഹംദുലില്ലാഹ് ഈ വീട്ടിലേക്ക് പ്രവേശിച്ചു കൊള്ളുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മക്കയെ കുറിച്ചാണ്. നിർഭയത്തോടു കൂടി ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് വൽ അംന അംനുക, അല്ലാഹു യഥാർത്ഥമായ നിർഭയത്വം അത് നിന്റെ നിർഭയത്വമാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയാണ് വൽ അബ്ദ അബ്ദുക, യഥാർത്ഥമായ അടിമ നിന്റെ അടിമയാണ് അല്ലാഹു. വാന അബ്ദുക, ഞാൻ നിന്റെ വെറും ഒരു അടിമയാണ്. വിശുദ്ധമായ കഅബയുടെ പരിസരത്തെത്തി ഇഹ്റാമോട് കൂടിയ മനുഷ്യൻ പറയുന്ന വാക്കെന്താണ്? വാന അബ്ദുക, ഞാൻ നിന്റെ വെറും ഒരു അടിമ മാത്രമാണ് അല്ലാഹുവേ. 2 വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ടാണ് നിന്റെ ഭവനത്തിലേക്ക് വന്നത്. ഒരു ഉടുത്തുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് നിന്റെ ഭവനത്തിലേക്ക് വന്ന ഒരു അടിമ മാത്രമാണ് ഞാൻ. നീ നിന്റെ ഉടമസ്ഥനാണ്. വാന അബ്ദുക, അല്ല തീർന്നില്ല, ഓ ഇബ്നു അബ്ദിക്, എന്റെ ഉപ്പാവും അടിമയാണ്. എന്റെ ഉപ്പാവും എന്റെ ഉപ്പപ്പാവും എല്ലാ അടിമകളാണ്. അല്ലാഹു ഒരു അടിമത്ത ബോധത്തോടു കൂടി ഇതാ നിന്റെ ഭവനത്തിലേക്ക് ഞാൻ ഇതാ വന്നിരിക്കുകയാണ്. അല്ലാഹു ഞാനിതാ നിന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നൽ ഹറമ ഹറമുക് വൽ അംന അംനുക് വൽ അബ്ദ അബ്ദുക് വഅന അബ്ദുക് വഇബ്നു അബ്ദിക്. അല്ലാഹുമ്മ ഇന്ന ഹാദൽ മഖാമൽ ആയിദു ബിക മിനന്നാർ. അല്ലാഹുവേ, ഈ തവാഫ് ചെയ്യപ്പെടുന്ന മതാഫ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലമുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്ന ഹാദൽ മഖാമൽ ആയിദു ബിക മിനന്നാർ,
ആളുകളെ നരകത്തിന് മോചിപ്പിക്കുന്ന സ്ഥലമാണ് അല്ലാഹുവേ. അല്ലാഹുമ്മ ഹർരിം ലുഹൂമനാ വബശറതനാ അലന്നാർ. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിനെയും എൻ്റെ തൊലിയെയും എൻ്റെ ശരീരത്തിനെയും അല്ലാഹു നരകത്തിൽ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹു നീ നരകത്തിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഇതാണ് അൽഹംദുലില്ലാഹ് കഅബയുടെ പരിസരത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹുവിനോട് പറയാനുള്ള വാക്കുകൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഹജ്ജിന് വേണ്ടി അൽഹംദുലില്ലാഹ് പോകുന്നതിന് മുമ്പ് ഈ രൂപത്തിലുള്ള ഒരു ഒരുക്കത്തോടു കൂടിയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഹജ്ജിന് വേണ്ടി പോകുന്നതെങ്കിൽ എത്ര വലിയ സ്നേഹത്തോടു കൂടിയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ക്ഷണിക്കുക. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഹജ്ജിന് വേണ്ടി പോകുന്നതിന് മുമ്പ് പ്രധാനമായി അൽഹംദുലില്ലാഹ് 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് അൽഹംദുലില്ലാഹ് വളരെ ഗൗരവത്തോടു കൂടി ഉത്തരവാദിത്വത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാർക്ക് ഇനിയും 6 മാസത്തോളം സമയമുണ്ട്. അതുകൊണ്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിൻ്റെ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നാമതായി ഹലാലായ സമ്പാദ്യമാർഗം കൊണ്ടായിരിക്കണം നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടത്. നമ്മളെ ഹറാമ് കൊണ്ട് ഹജ്ജ് ചെയ്താൽ യാതൊരു പ്രതിഫലം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആളുകൾ ബൈത്തുല്ലാ ഷരീഫിലേക്ക് വരും. യാത്ര കാരണമായി അവരുടെ ദീർഘമായ യാത്ര കാരണമായി അവരുടെ മുടികൾ ജട പിടിച്ചിരിക്കും, അവരുടെ നഖങ്ങൾ വളർന്നിരിക്കും, അവരുടെ ശരീരം അഴുക്ക് പുരണ്ടിരിക്കും, അവരുടെ വസ്ത്രങ്ങൾ മുഴുവൻ മണ്ട് പുരണ്ടിരിക്കും. എന്നിട്ട് ബൈത്തുല്ലാ ഷരീഫിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും, യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. പക്ഷെ മലക്കുകൾ അവരോട് പറയും, നിങ്ങളുടെ വസ്ത്രം ഹറാമാണ്, നിങ്ങളുടെ ഭക്ഷണം ഹറാമാണ്, നിങ്ങളുടെ യാത്രാ സാമഗ്രികൾ ഹറാമാണ്, നിങ്ങളുടെ ഒരു ദുആ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അള്ളാഹു വിഭാഗത്തിന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഹലാലായ സമ്പാദ്യമാർഗം കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഹലാലായ സമ്പാദ്യം കൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞു നിയത്ത് ചെയ്തു. ആദ്യമായി തൽബിയത്ത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ മലക്കുകൾ പറയും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയും ലബ്ബൈക വസഅദൈക ലബ്ബൈക വസഅദൈക. ആകാശ ലോകത്ത് മുഴുവനും മുഴക്കമുണ്ടാകും ലബ്ബൈക വസഅദൈക. നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ഭൂമിയിൽ വെച്ച് പറയുമ്പോൾ ആകാശ ലോകത്ത് മലക്കുകൾ വിളിച്ച് പറയും ലബ്ബൈക വസഅദൈക. ലബ്ബൈക അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു, നീ വിജയിയായിരിക്കുന്നു. അൽഹംദുലില്ലാഹ് മലക്കുകൾ ആ മനുഷ്യനോട് വിളിച്ചു പറയുന്നതാണ്. ഇനി ഹറാമായ സമ്പാദ്യം കൊണ്ട് ഉംറ ചെയ്യാൻ വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾ ലബ്ബൈക പറയുമ്പോൾ മലക്കുകൾ പറയും ലാ ലബ്ബൈക വലാ സഅദൈക ലാ ലബ്ബൈക വലാ സഅദൈക. നിന്റെ ലബ്ബൈക അല്ലാഹുവിന് ആവശ്യമില്ല, നിനക്കൊരു വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നില്ല എന്ന് പറയും. അത് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ഹലാലായ സമ്പാദ്യമാർഗ്ഗങ്ങളിൽ നിന്നായിരിക്കണം ആദ്യമായി ഹജ്ജ് നിർവഹിക്കേണ്ടത്. അത് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഒന്നാമതായി നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്. രണ്ടാമത്തേത് അൽഹംദുലില്ലാഹ് ഒന്നാമത്തേത് അൽഹംദുലില്ലാഹ് നമ്മൾ നിയ്യത്ത് ശരിയാക്കുക എന്നുള്ളതാണ്. നമ്മൾ നിയ്യത്ത് ശരിയാക്കണം. എന്തിനു വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ലില്ലാഹ്. ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, ആരെങ്കിലും ചെയ്തതിൻ്റെ പേരിലല്ല, ആരെങ്കിലും പൈസ നൽകുന്നതിൻ്റെ പേരിലല്ല, മറിച്ച് എന്തിനു വേണ്ടിയാണ്? എൻ്റെ റബ്ബ് കൽപ്പിച്ചു, എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു. അതിനുവേണ്ടിയുള്ള ഒരു ഹജ്ജാണ് ഞാൻ നിർവഹിക്കുന്നുള്ള ബോധത്തോടു കൂടി ആദ്യത്തെ നമ്മൾ നിയ്യത്ത് ശരിയാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ നിയ്യത്ത് അള്ളാഹു നിനക്ക് വേണ്ടി നിർവഹിക്കുന്ന ഒരു ഹജ്ജ് എന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം ഹജ്ജിന് വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. രണ്ടാമത്തേത് ഹലാലായ സമ്പാദ്യമാർഗ്ഗം നമ്മൾ മാറ്റിവെക്കണം. ഹലാലായ സമ്പാദ്യമാർഗ്ഗം നമ്മൾ മാറ്റിവെക്കണം. നിങ്ങൾ കഅബയിലെത്തിക്കഴിഞ്ഞാൽ സാധിക്കും, ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലം, 3 ലൈറ്റ് ഇങ്ങനെ പച്ച ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ സ്ഥലം കഅബയുടെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, കഅബയുടെ ഉള്ളിൽ പോയി നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയുടെ കൈ പിടിച്ചു കൊണ്ടുപോയി ആ ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ ചെന്ന് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഇതിന്റെ ഉള്ളിൽ വന്ന് നിസ്കരിക്കുക, ഇതിന്റെ ഉള്ളിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ കഅബയുടെ ഉള്ളിൽ വെച്ച് നിർവഹിച്ച പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ സംഭവം പറഞ്ഞു കൊടുത്തു. ഇത് കഅബയുടെ വെളിയിലായി പോയത് എങ്ങനെയാണ്? ഖുറൈശികളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് മുമ്പ് അവർ കഅബ പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് അവർ ഒറ്റൊരു കണ്ടീഷനാണ് അവർ വെച്ചത്, കഅബ പുതുക്കി പണിയാണ്. ഹലാലായ സമ്പാദ്യം മാത്രമേ കഅബ പുതുക്കി പണിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഹലാലായ സമ്പാദ്യം മാത്രം. ഈ നാട്ടിലെ ഹലാലായ സമ്പാദ്യം മാത്രം കൊണ്ടുവരണം. ആളുകൾ കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഇത്തരക്കുള്ള കഅബ മാത്രമേ കെട്ടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഹറാമായ ഒരു സമ്പാദ്യം പോലും കഅബ നിർമ്മാണത്തിൽ ഖുറൈശികൾ പോലും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ആ സ്ഥലം ബാക്കി വെച്ചു. അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കുക, കഅബയുടെ ഉള്ളിൽ വെച്ച് നിർവഹിച്ച പ്രതിഫലം കിട്ടും. അപ്പോൾ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹലാലായ സമ്പാദ്യമാർഗ്ഗം കൊണ്ടായിരിക്കണം. മൂന്നാമത്തത് ഊഷ്മളമായ ബന്ധങ്ങൾ കൊണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് നമ്മൾ കഅബയിലേക്ക് യാത്ര ചെയ്യേണ്ടത്. ഊഷ്മളമായ ബന്ധം. നമ്മുടെ മാതാപിതാക്കളുമായി തെറ്റിയിട്ട്, സഹോദരങ്ങളുമായി തെറ്റിയിട്ട്, അയൽവാസികളുമായി തെറ്റിയിട്ട്, സുഹൃത്തുക്കളുമായി തെറ്റിയിട്ട്, കച്ചവടത്തിലും മറ്റിടപാടുകളിലും ആളുകളുമായി തെറ്റിയിട്ട് ഒരിക്കലും തന്നെ നമ്മൾ ഹജ്ജ് നിർവഹിച്ചാൽ ആ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പോകുന്നതിന് മുമ്പ് നമ്മുടെ ബന്ധങ്ങളെ ഒന്ന് നന്നാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മജ്ലിസിൽ പറയാണ് ആളുകളോട്, ഞാനിത് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്.
അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ദുആ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം വിച്ഛേദിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർ എണീറ്റ് പോകണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഒരു സഹാബി എണീറ്റ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സഹാബി തിരിച്ചു വന്നിരുന്നു. ആളുകൾ ചോദിച്ചു, നീ എന്തിനാണ് എണീറ്റ് പോയെന്ന് പറഞ്ഞു. ആ സഹാബി പറഞ്ഞു, എൻ്റെ ഒരു ബന്ധുവുമായി ഞാൻ തെറ്റിയിരുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി, അദ്ദേഹവുമായി നന്നായി, ഞാനിതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ഞാനിതായി സദസ്സിലേക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞു. നമ്മളതിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ആ ബന്ധങ്ങൾ നന്നാക്കിക്കൊണ്ടായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് ആ സഹാബി വന്നതുപോലെ അൽഹംദുലില്ലാഹ് മക്കയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടത്. നമ്മളുടെ ബന്ധങ്ങൾ ഉമ്മാനായിട്ട് തെറ്റിക്കഴിഞ്ഞ്, ഭാര്യയുമായി തെറ്റിക്കഴിഞ്ഞ്, മക്കളുമായി തെറ്റിക്കഴിഞ്ഞ്, അയൽവാസികളുമായി തെറ്റിക്കഴിഞ്ഞ്, ബന്ധുക്കളുമായി തെറ്റിക്കഴിഞ്ഞ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അവർ നമുക്കെതിരെ ചെയ്യുന്ന ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്നുള്ളതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പോകുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും നല്ല ബന്ധത്തോടു കൂടിയായിരിക്കണം ഇൻഷാ അല്ലാഹ് പോകണം. ഇന്നു മുതലേ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവേ എൻ്റെ ഹജ്ജ് കബൂലാകാൻ വേണ്ടി, എൻ്റെ ഉംറ സ്വീകരിക്കപ്പെടാൻ വേണ്ടി, എൻ്റെ സിയാറത്ത് നിന്റെ പക്കൽ ഏറ്റവും കൂടുതൽ കബൂലുള്ളതാകാൻ വേണ്ടി ഞാനിതാ അള്ളാഹുവെ സർവ്വതും മാപ്പാക്കിക്കൊണ്ട് സർവ്വതും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഞാനിതാ പോകുന്നുള്ള നിയത്തോടു കൂടിയായിരിക്കും നമ്മൾ പോകേണ്ടത്. വിട്ടുവീഴ്ചക്കുള്ള പ്രതിഫലം എത്ര വലുതാണ്, ആരുമായി തെറ്റിയിട്ടെങ്കിലും വിട്ടുവീഴ്ചയോട് കൂടിയായിരിക്കണം നമ്മൾ പോകേണ്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ ലൈലത്തുൽ ഖദർ ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? ലൈലത്തുൽ ഖദറിന്റെ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇപ്രകാരം പറയണം, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, അല്ലാഹു നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അല്ലാഹു എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആര് വിട്ടുവീഴ്ച ചെയ്യുന്നോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് മൂന്നാമത്തത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊണ്ട് ഊഷ്മളമായ ബന്ധത്തോടു കൂടിയായിരിക്കണം നമ്മൾ പരിശുദ്ധയിൽ വെച്ച് ദുആ ചെയ്യും. നമുക്ക് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അൽഹംദുലില്ലാഹ് ദുആ ചെയ്യും. ഇവർക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മൾ ബൈത്തുല്ലാഹി ഷരീഫിൽ വെച്ച് ദുആ ചെയ്യും. ഈ ദുആക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നാലാമത്തത് ഏറ്റവും പ്രധാനമായതാണ്, തഖ്വയോട് കൂടിയായിരിക്കണം ഹജ്ജിന് വേണ്ടി പോകേണ്ടത്. ഏറ്റവും സൂക്ഷ്മതയോടുകൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തഖ്വ കിട്ടും. നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തഖ്വ കിട്ടും, അല്ല? നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ തഖ്വ കിട്ടും. എന്തിനു വേണ്ടിയാണ് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത്? കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടി. പക്ഷേ ഹജ്ജിന് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറയാണ്, നിങ്ങൾ പോകുമ്പോൾ തന്നെ തഖ്വയോട് കൂടി പോകണം. അങ്ങനെ ഇങ്ങനെ പോയാൽ പറ്റില്ല, നിങ്ങൾ സൂക്ഷ്മതയോട് കൂടി പോകണം. പോയതിന് ശേഷമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. മനുഷ്യ ഏറ്റവും സൂക്ഷ്മതയോട് കൂടിയായിരിക്കണം നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോകേണ്ടത്. ഹജ്ജിന് വേണ്ടി പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് ഏതാണ്? അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയണം. ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുങ്ങാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയാണ്. അല്ലാഹു പറയാണ്, വതസവ്വദു, നിങ്ങൾ യാത്രക്കുള്ള ഒരുക്ക സാധനങ്ങൾ ഒരുക്കണം. നിങ്ങൾ പാസ്പോർട്ട് ഒരുക്കണം, നിങ്ങളുടെ വിസ ഒരുക്കണം, നിങ്ങളുടെ യാത്രാ സാമഗ്രികൾ ഒരുക്കണം. വതസവ്വദു, നിങ്ങൾ യാത്രക്കുള്ള യാത്രാ സാമഗ്രികൾ ഒരുക്കണം. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഒരുക്കുന്ന യാത്രാ സാമഗ്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് തഖ്വയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എല്ലാം ഒരുക്കിക്കോ, പക്ഷേ തഖ്വയിലാണ് നിങ്ങൾ യാത്ര ചെയ്യരുത്. ആണും പെണ്ണും ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്, ആണും പെണ്ണും ഒന്നിച്ച് തവാഫ് ചെയ്യുകയാണ്, ആണും പെണ്ണും ഒന്നിച്ച് അൽഹംദുലില്ലാഹ് മക്കയിൽ കഴിഞ്ഞു കൂടുകയാണ്. പക്ഷെ തഖ്വയോട് കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. തഖ്വ ഇല്ലാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ വലിയ ഫിത്നകളിലും ഫസാദുകളിലും അകപ്പെട്ടു പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല, എങ്ങനെയാണ് ഞങ്ങൾ തവാഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത്? നമ്മൾ എല്ലാ സമയത്തും സ്ത്രീകളോട് മുഖം മറക്കാൻ വേണ്ടി പറഞ്ഞു, ഇഹ്റാമിന് വേണ്ടി മുഖം ഉയർത്താൻ വേണ്ടി പറഞ്ഞു, എല്ലാ സമയത്തും പുരുഷന്മാരോട് മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഇഹ്റാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട്, ഒരു തുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കഅബയെ തവാഫ് ചെയ്യുന്നത്. മുഖം മൂടി എടുത്തുകൊണ്ടാണ് സ്ത്രീകൾ കഅബയെ തവാഫ് ചെയ്യുന്നത്. പക്ഷെ തഖ്വയോട് കൂടിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ യാതൊരു വിധത്തിൽ നിങ്ങൾക്ക് ഭയപ്പെടാനില്ല എന്നുള്ള സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുഖാന്തരം നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മക്കയിലേക്ക് പോകുന്നതിന് മുമ്പ്, മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഹജ്ജിന് പോകുന്നതിന് മുമ്പ്, ഉംറക്ക് പോകുന്നതിന് മുമ്പ്, സിയാറത്തിന് പോകുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ചത് എന്തിനു വേണ്ടിയാണ്? പാപങ്ങൾ മുഴുവനും കൊഴിഞ്ഞു കളഞ്ഞു,
പാപങ്ങൾ മുഴുവൻ പുറത്തു തന്ന് ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ അൽഹംദുലില്ലാഹ് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു വന്ന് അമലുകൾ ചെയ്ത് മരണസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകാൻ വേണ്ടി നമ്മൾ വിളിച്ച ഒരു അമലാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഈ പരിശുദ്ധമായ ഹജ്ജ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കി യാത്ര ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായ പ്രയോജനവും പ്രതിഫലവും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ടാണ് ഈ 6 മാസം മുമ്പ് നമ്മളിങ്ങനെ ഒരു ക്ലാസ് വെച്ചത്. നിങ്ങൾ പോകുന്ന ഈ ഹജ്ജിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ബോധം വേണം, കഅബയെക്കുറിച്ച് വ്യക്തമായൊരു ബോധം വേണം, മക്കയെക്കുറിച്ച് വ്യക്തമായൊരു ബോധം വേണം. മക്കയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, മക്കയിലേക്ക് പോയി ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ 1,00,000 പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ അൽഹംദുലില്ലാഹ് അതിൻ്റെ ട്രയൽ നമ്മൾ ആരംഭിക്കണം. ഒരു പ്രാവശ്യമെങ്ങാനും മക്കയിൽ വെച്ച് വിശുദ്ധ ഖുർആൻ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ 1,00,000 ഖത്ം ഓതിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. ഒരു ഹർഫിന് 1,00,000 പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സമയത്തെ അൽഹംദുലില്ലാഹ് നമ്മൾ ഗൗനിച്ചെടുത്തുകൊണ്ട് മക്കയിലേക്ക് എത്തുമ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭൂമിയിൽ വെച്ച് എത്രയോ തവണ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കലാമുമായി ഒരു മണ്ണിലേക്കാണ് അൽഹംദുലില്ലാഹ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആകാശലോകത്തുനിന്നും വിശുദ്ധ ഖുർആന്റെ ആ പ്രഖ്യാപനവുമായി ആകാശലോകത്തുനിന്നും ജിബ്രീൽ അലൈഹിസ്സലാം എത്രയോ തവണ ഇറങ്ങി വന്നൊരു മണ്ണിലേക്കാണ് അൽഹംദുലില്ലാഹ് യാത്ര ചെയ്യുന്നുള്ള ഒരു ബോധത്തോടു കൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖോട് കൂടി ആയിരിക്കണം മക്കയിലേക്ക് പോകേണ്ടത്. നമ്മളെ സമയം എങ്ങനെയായാലും നഷ്ടപ്പെട്ടു പോകും. പക്ഷെ മക്കയിലെത്തി നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ. ഒരു ഉദാഹരണം പറയാം. മക്കയിൽ വെച്ച് ഒരു ജുമുഅ നമസ്കരിച്ചു കഴിഞ്ഞാൽ 1,00,000 ജുമുഅയുടെ പ്രതിഫലം കിട്ടും. 1,00,000 ജുമുഅയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. 1,00,000 ജുമുഅ നമ്മുടെ നാട്ടിൽ വെച്ച് നിസ്കരിക്കണമെങ്കിൽ എത്ര കാലം നിസ്കരിക്കണം? ഒരാഴ്ചയിൽ ഒരു ജുമുഅ, ഒരു കൊല്ലത്തിൽ 52 ജുമുഅ, അല്ല ഒരു കൊല്ലത്തിൽ 52 ജുമുഅ, 10 കൊല്ലത്തിൽ 520 ജുമുഅ, 100 കൊല്ലത്തിൽ 5200 ജുമുഅ, 1000 കൊല്ലത്തിൽ 52,000 ജുമുഅ. 1,00,000 കൊല്ലം കൊണ്ട് മാത്രമേ 2000 ജുമുഅ നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷെ ഒരു ജുമുഅ എങ്ങാനും മക്കയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എത്രയാണ്? 2000 വർഷം നിർവഹിക്കുന്ന ജുമുഅയുടെ പ്രതിഫലമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു ജുമുഅ മക്കയിൽ വെച്ച് നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖജനാവിൽ ഒന്നിനും കുറവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 2,00,000 ജുമുഅ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കിതാബുകളിൽ 1,00,000 ജുമുഅ 2000 വർഷം ജുമുഅ നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കിതാബുകളിൽ എഴുതി വെക്കും അൽഹംദുലില്ലാഹ് ഉലമാക്കൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പോകുന്നതിന് മുമ്പ് മനസ്സാന്നിധ്യത്തോടു കൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള എല്ലാ തരത്തിലുള്ള പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് മക്കയിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖും ഭാഗ്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ഖൈർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി 2 ക്ലാസ് കൂടി അൽഹംദുലില്ലാഹ് നമ്മൾ വെക്കും. അതിൽ ഒരു ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് മക്കയും മദീനയും അതിൻ്റെ പ്രാധാന്യം, മക്കയിൽ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ, അൽഹംദുലില്ലാഹ് ദുആക്ക് ഉത്തരം കിട്ടുന്ന 15 സ്ഥലങ്ങൾ ഹാജിമാർക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് ഹജ്ജിൻ്റെ കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. 1 ഹജറുൽ അസ്വദ്, 2 മുൽത്തസം, 3 ഹിജ്ർ ഇസ്മായിൽ, 4 മഖാം ഇബ്രാഹിം, 5 കഅബയുടെ ഖില്ല, 6 സംസം കിണറിന്റെ സ്ഥലം, 7 സഫ, 8 മർവ, 9 മീസാബുർ റഹ്മ, 10 അറഫ, 11 മിന, 12 മുസ്ദലിഫ, 15 ഇൻഷാ ജംറകൾ. പക്ഷേ ഇങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം ദുആ കിട്ടുന്ന ഉത്തരങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഹജറുൽ അസ്വദ്, എന്താണ് മുൽത്തസം, എന്താണ് മീസാബുർ റഹ്മ, എന്താണ് അൽഹംദുലില്ലാഹ് ഈ കഅബയുടെ ഹിജ്ർ ഇസ്മായിൽ, എന്താണ് മഖാം ഇബ്രാഹിം, എന്താണ് കഅബയുടെ ഖില്ല, എന്താണ് സംസം കിണറിന്റെ സ്ഥലം, അല്ലെ എന്താണ് സഫ, എന്താണ് മർവ. ഇതെല്ലാം അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് അങ്ങോട്ട് പോകുമ്പോൾ ഓരോ സ്ഥലത്ത് വെച്ച് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അല്ലെ ഹജറുൽ അസ്വദിന്റെ സ്ഥലത്ത് വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും, മുൽത്തസമിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും, മഖാം ഇബ്രാഹിം വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും, ഹിജ്ർ ഇസ്മായിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും, മീസാബുർ റഹ്മയിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും, സംസം കിണറിന്റെ പരിസരത്ത് വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും, സഫയിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും, മർവയിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഓരോ സന്ദർഭത്തിലും ചെയ്യേണ്ട ദുആക്കൾ എന്താണെന്ന് അൽഹംദുലില്ലാഹ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അൽഹംദുലില്ലാഹ് നിങ്ങൾ വരണം. അൽഹംദുലില്ലാഹ് ഹജ്ജിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ കൊണ്ടുവരണം. ഓരോ സ്ഥലത്തും സന്ദർഭങ്ങളിലും ചെയ്യേണ്ട ദുആക്കൾ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു തരും. മക്കയിലും മദീനയിലും ചെയ്യേണ്ട അമലുകൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തേണ്ട വഴികൾ എന്താണ്, അൽഹംദുലില്ലാഹ് ഇത് പറയാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. അള്ളാഹു അതിന് വരാനും തൗഫീഖ് പങ്കെടുക്കാനും അതിലേക്ക് എല്ലാവർക്കും ചെന്ന് ചേരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ 12:30 വരെയാണ് നിങ്ങളോട് ക്ലാസ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് 12:30 കാരണം ദുഹർ നിസ്കാരം നമുക്ക് ജമാഅത്തായി നിസ്കരിക്കണം. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിക്കാനാകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വീടുകളിലേക്ക് എത്തണം. അടുത്ത ക്ലാസ് അൽഹംദുലില്ലാഹ് നമ്മളിങ്ങനെ ഉച്ചവരെ ഉണ്ടാവും. അതിൻ്റെ അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ അമലുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഭക്ഷണത്തോടു കൂടി ഇൻഷാ അല്ലാഹ് വൈകുന്നേരം വരെയുള്ള ക്ലാസ്സുകളാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി ഇപ്പോൾ നിങ്ങളുടെ ഹജ്ജിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്, 1
ഹജ്ജിൻ്റെ ആപ്ലിക്കേഷനുകളൊന്നും സ്വീകരിക്കാൻ വേണ്ടിയുള്ള യഥാർത്ഥമായി അതിൻ്റെ ഇനീഷ്യൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 1-2 ദിവസത്തിനകം അൽഹംദുലില്ലാഹ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള ഹജ്ജിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇൻഷാ അല്ലാഹ് മൗലവി ട്രാവൽസിൻ്റെ അവിടെ ചെയ്തു തരും. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ നിങ്ങളെ പിന്നീട് അറിയിക്കും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തത് പ്രൈവറ്റിൽ പോകുന്ന ആളുകൾക്ക് അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ മൗലവി ട്രാവൽസിൽ അൽഹംദുലില്ലാഹ് ഈ വർഷം നമ്മൾ പ്രൈവറ്റിൽ ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ട്. ഏകദേശം ഗവൺമെൻറ്റിനേക്കാളും 1 ലക്ഷം രൂപ കൂടുതലായിരിക്കും. എന്നാൽ ഒരു അമീറിൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ഹജ്ജിന് മിക്കവാറും ഞാനും കൂടെ ഉണ്ടാവും, നമ്മളെ കൂടെ വേറെയും ഉസ്താദുമാരുണ്ടാവും. അതോടൊപ്പം തന്നെ 50 ആളുകൾ വരുന്ന ഒരു ഗ്രൂപ്പുകളായിരിക്കും ഇൻഷാ അല്ലാഹ്. 2-3 ഗ്രൂപ്പുകൾ ഇൻഷാ അല്ലാഹ് ഈ വർഷം ഉണ്ടാവും. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പൈസ എത്രയാണ്, എപ്പോഴാണ് യാത്ര ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ ഓരോന്നും അറിയിക്കും. എവിടെയാണ് താമസം, എവിടെയാണ് മിനയിൽ, എവിടെയാണ് അറഫയിൽ, എവിടെയാണ് മുസ്ദലിഫിൽ, ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അറിയുന്നത്. അങ്ങനെ ആരെങ്കിലും ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കിലുള്ള നമ്പർ എൻ്റെ നമ്പറാണ് 9809610666 എന്ന് പറയുന്ന ആ നമ്പർ ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പിന്നീട് അറിയിച്ചു തരും. അതല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള മൗലവിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇനി നമ്മളതിലല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളതിന് പോകണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ് കേൾക്കാനും അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇനിയും ഉംറ ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വരാനുള്ള ഒരു തൗഫീഖാണ്. ഇനി അതേപോലെ തന്നെ ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഈ മാസം ഇപ്പം നമ്മൾ 19-ാം തീയതി പോകുന്നുണ്ട്, അടുത്ത മാസം 9-ാം തീയതി, അതേപോലെ തന്നെ 27-ാം തീയതി, പിന്നെ മാർച്ച് 4-ാം തീയതി എല്ലാം അൽഹംദുലില്ലാഹ് റമദാനിൽ അൽഹംദുലില്ലാഹ് 2 ബാച്ചുകൾ ഇൻഷാ അല്ലാഹ് പോകുന്നുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോകാം. അതേപോലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇൻഷാ അല്ലാഹ് ജോർദാൻ, ഇസ്രായേൽ, ഫലസ്തീൻ, ഈജിപ്ത് ഈ രാജ്യങ്ങളടങ്ങുന്ന ആ പാക്കേജും ഇൻഷാ അല്ലാഹ് ഏപ്രിൽ മാസം അവസാന വീക്കിൽ, അതായത് നമ്മൾ ഇത് ബൈനോമ്പ് കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിനും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരാം. അല്ലാഹു ഈ പറഞ്ഞത് കേട്ടതെല്ലാമായിട്ട് സാരിയായ അമലാക്കി തീർക്കുമാറാട്ടെ. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അത് തീർത്ത് ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മക്കയിലും മദീനയിലും ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ, റസൂലുള്ളാഹിക്ക് എങ്ങനെയാണ് സലാം പറയേണ്ടത്, എവിടെ വെച്ചാണ് തങ്ങൾക്ക് സലാം പറയേണ്ടത്, എങ്ങനെയാണ് സലാം പറയേണ്ടത്, ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പറയും. കഅബ അതിൻ്റെ വിശദീകരണങ്ങൾ, അല്ല കഅബ എന്താണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. റൗള എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ലമാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദുൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയമായ ഒരു കഷ്ണം ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തു. എന്താണ് ഈ റൗള, റൗളയുടെ പ്രത്യേകത എന്താണ്, റൗളയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ, നമുക്ക് സമയമില്ല അതുകൊണ്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയും. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്ത് പിരിയാണ് ഇൻഷാ അല്ലാഹ്. ഉണ്ടാ അല്ലേ? ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ അത് പ്രത്യേകം നിങ്ങൾ പഠിക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹ് ഹജ്ജിൻ്റെ ബുക്കുകൾ, അൽഹംദുലില്ലാഹ് ഹജ്ജ് കിതാബുകൾ, മനാസിക്കുകൾ നിങ്ങൾ വായിക്കണം. ഒരുപാട് കിതാബുകൾ കിട്ടും. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കിതാബ് ഞാൻ പറയാം. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ എഴുതിയ ഹജ്ജ് ഉംറ സിയാറ എന്ന് പറയുന്ന നല്ലൊരു പുസ്തകമുണ്ട്. അൽഹംദുലില്ലാഹ് അത് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി അല്ല മൗലവിയിലുണ്ടാവും അല്ലേ? ഉണ്ട്, മൗലവിയിലുണ്ട്. അതല്ലാതെ വേറെ ഒരുപാട് ബുക്കുകളുണ്ട്. നമ്മുടെ കാന്തപുര ഉസ്താദ് എഴുതിയ പുസ്തകമുണ്ട്, നമ്മുടെ ഖാദിർ എഴുതിയ പുസ്തകമുണ്ട് ഹജ്ജ് ഉംറ സിയാറത്തുമായി ബന്ധപ്പെട്ട. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ ഓരോരുത്തർ അഭിപ്രായം പറയാമല്ലോ. ഇൻഷാ അല്ലാഹ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ എഴുതിയ ആ ഗ്രന്ഥത്തിൽ വളരെ ലളിതമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പ്രതിപാദിക്കുന്ന ഒരുപാടുണ്ട്. നമ്മുടെ ഖാദിർ ചാൻ്റെ ഉണ്ട് അൽഹംദുലില്ലാഹ്. അതേപോലെ തന്നെ നമ്മളെ കാന്തപുര ഉസ്താദ് എഴുതിയതുണ്ട്. ഇങ്ങനെ എല്ലാവരും എഴുതിയ വലിയ വലിയ പുസ്തകങ്ങളെല്ലാം കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഏറ്റവും നല്ലത് അൽഹംദുലില്ലാഹ് ആ ഒരു ഇതാണ്. പിന്നെ നമ്മളെ ചെറിയ ലഘുലേഖയുണ്ട്, അതും കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിന് വരുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനമുണ്ട്. എല്ലാവരും അത് വായിക്കണം, പഠിക്കണം. പ്രത്യേകിച്ച് ലബ്ബൈക പറയാൻ വേണ്ടി പഠിക്കണം. അതേപോലെ തന്നെ മാനസികമായിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ തയ്യാറാക്കണം. 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല 2 കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. ഒന്ന്, അള്ളാഹു ഫറദാക്കിയ കാര്യങ്ങൾ നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ നിർവഹിക്കണം. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അള്ളാഹുവിനെ കാണാനുള്ള ഷർത്ത് ഒന്ന് മാത്രമാണ്. എന്താണ്? ഈ കണ്ണുകളെ ഹറാമെന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആര് കണ്ണുകളെ ഹറാമെന്ന് സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ നാളെ അള്ളാഹുവിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണുന്നതിന് ഈ കണ്ണിനെ മറച്ചു കളയും. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് 2 കാര്യങ്ങൾ വസിയത്താണ്. ഒന്ന്, ഫർളായ കാര്യങ്ങൾ നിർബന്ധ ബുദ്ധിയോട് കൂടി ചെയ്യണം. നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കി. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിർബന്ധമാക്കിയത്. അത് നിർബന്ധ ബുദ്ധിയോട് കൂടി നമ്മൾ നിർവഹിക്കണം.
രണ്ടാമത്തെ ഹറാമായ കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കണം. ഹറാമായ കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, അള്ളാഹുവിന് കോപ്പുള്ളത് കൊണ്ടാണ് ഇത് ഹറാമാക്കിയത്. എന്ത് ഹറാമ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അൽഹംദുലില്ലാഹ് കണ്ണ് തിരിച്ചു കളയണം. അള്ളാഹു ഈമാൻ്റെ ലസ്സത്ത്, ഈമാൻ്റെ ആതുര്യം ദുനിയാവിൽ വെച്ച് ആസ്വദിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് അത് നിങ്ങൾ മുറുകെ പിടിക്കുക. ഈ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ഒരു അമാനത്താണ്. ഹലാൽ ഫർളായ കാര്യങ്ങൾ നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യുക, ഹറാമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിട്ടു നിൽക്കുക. എന്ത് ഹറാമ് കണ്ടു കഴിഞ്ഞാലും അത് വേണ്ട, എനിക്ക് എൻ്റെ റബ്ബിനെ കാണാനുള്ള ബോധ്യത്തോടു കൂടി അൽഹംദുലില്ലാഹ് നമ്മൾ വിട്ടു നിൽക്കാൻ വേണ്ടി തയ്യാറാകുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മളെ ഹജ്ജിൻ്റെ ഇതിൻ്റെ വീഡിയോ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് നമ്മളെ ഈ യൂട്യൂബിൻ്റെ ലിങ്കിൽ കിട്ടും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾ അത് കേൾക്കുക ഇൻഷാ അല്ലാഹ്. കാരണം നിങ്ങളിത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള വലിയൊരു ബന്ധം ഉണ്ടായിത്തീരുന്നത്. അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്കെല്ലാവർക്കും മനസ്സിലാക്കേണ്ട തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم انزله المقعد المقرب عندك يوم القيامة. يا حي يا قيوم برحمتك نستغيث. يا حي يا قيوم برحمتك نستغيث. استغفر الله ربي من كل ذنب وخطيئة واتوب اليك. لا اله الا الله العظيم الحليم. لا اله الا الله رب العرش العظيم. لا اله الا الله رب السماوات ورب الارض ورب العرش الكريم. لا اله الا الله ملك الحق المبين. محمد رسول الله صادق الوعد الامين. لا اله الا الله ملك الحق المبين. محمد رسول الله صادق الوعد الامين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا الله وحده لا شريك له احدا صمدا لم يلد ولم يولد ولم يكن له كفوا احد. لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. يا الله يا الله يا الله. الله الله ربي لا أشرك به شيئا. الله الله ربي لا أشرك به شيئا. الله الله ربي لا أشرك به شيئا. اللهم انصرنا يا رب العالمين. اللهم انصرنا يا رب العالمين. اللهم انصر المسلمين والمستضعفين في كل مكان يا رب العالمين. اللهم ارزقنا حجا مبرورا وسعيا مشكورا وذنبا مغفورا وتجارة لن تبور يا رب العالمين. اللهم ارزقنا حجا مبرورا. اللهم ارزقنا حجا مبرورا وسعيا مشكورا وذنبا مغفورا وتجارة لن تبور يا رب العالمين يا رب العالمين يا رب العالمين. യാ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ വീഴ്ചകളെ, ഞങ്ങളുടെ കുറവുകളെ, കുറ്റങ്ങളെ പറഞ്ഞത് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് നല്ല അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ വർഷത്തെ ഹജ്ജും ഉംറയും സിയാറത്തും നല്ല രീതിയിൽ തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, ഒരു ഹജ്ജിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകൾ എത്ര വലുതായാലും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാഹ്. മബ്രൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം സ്വർഗ്ഗമാണെന്ന് നിന്റെ ഹബീബ് അറിയിച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലാഹ്. ആ പ്രതീക്ഷയോട് കൂടി നിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണല്ലോ അല്ലാഹ്. യാ അല്ലാഹ്, പ്രതീക്ഷയോട് കൂടി ഹജ്ജിന് വേണ്ടി ഞങ്ങൾ പുറപ്പെടുകയാണല്ലോ അല്ലാഹ്. നിന്റെ ഖജനാവിൽ ഒന്നിനും കുറവില്ലല്ലോ അല്ലാഹ്. അല്ലാഹ്, നിന്റെ ഖജനാവിൽ ഒന്നിനും കുറവില്ലല്ലോ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നാൽ നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഉമ്മ പ്രസവിച്ചൊരു കുഞ്ഞിനെ പോലെ തിരിച്ചു വരുമെന്ന് നിന്റെ ഹബീബ് അറിയിച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലാഹ്. ആ പരിശുദ്ധിയോട് കൂടി തിരിച്ചു വരാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ആ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ നന്മകൾക്കും കാരണക്കാർ അവരാണല്ലോ അല്ലാഹ്. അവരിൽ മരിച്ചുപോയ ആളുകളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ ഉയർന്ന അവസ്ഥകളിൽ അല്ലാഹു അവരെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ അമലുകൾ കൊണ്ട് നീ അവരെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അവരുടെ ഖബറിടങ്ങളിൽ ഞങ്ങളുടെ അമലുകൾ നീ അവർക്ക് പ്രകാശമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. നൽകിയ മക്കളെ നീ സാലിഹീങ്ങളാക്കി തീർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കണ്ണിന്റെ കുളിർമയാക്കണേ അല്ലാഹ്. മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ അല്ലാഹ്. സ്വർഗത്തിലെ വഴികളാക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ ഞങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ നല്ല അവസ്ഥകൾ നൽകണേ അല്ലാഹ്. മുസ്ലിമായി ഇജ്ജത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭരണാധികാരികളെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തീർക്കണേ അല്ലാഹ്.
യാ അല്ലാഹ് എല്ലാ തരത്തിലുള്ള അവസ്ഥകളിൽ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ യാത്രയെ തടയല്ലേ അല്ലാഹ്. ഈ രോഗത്തിൽ നീ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മാനവരാശിയെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. എല്ലാ ഫിത്ന ഫസാദുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നിന്റെ ഹബീബ് ചോദിച്ച മുഴുവൻ ഖൈർ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്. നിന്റെ ഹബീബ് രക്ഷ തേടിയ മുഴുവൻ ഷർറുകളിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഖൈറ മാ സഅലുക നബിയുക ഹബീബുക മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ശർരി മാ ഇസ്തആദക നബിയുക ഹബീബുക മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അൻതൽ മുസ്തആൻ വഅലൈക്കൽ ബലാഗ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അല്ലാഹ് ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവരുടെ ദുആക്കളെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അവരുടെ ആഗ്രഹങ്ങൾ നീ പൂർത്തീകരിച്ച് തരണേ അല്ലാഹ്. ധാരാളം ആളുകൾ പ്രത്യേകിച്ച് നമ്മൾ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് കാര്യമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗവും അല്ലാഹു ശിഫാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിൻ്റെ സിഹറുകളെല്ലാം ബാത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളും അൽഹംദുലില്ലാഹ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം എത്താൻ വേണ്ടി. അല്ലാഹ് കൊണ്ടെങ്കിൽ എത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക, തൽബിയത്ത് പഠിക്കുക, ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ അമലുകൾ മാന്യമായ രൂപത്തിൽ പഠിക്കുക. അല്ലാഹു എല്ലാ രൂപത്തിലും നമ്മൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.